ദൈവത്തിൻ്റെ വചനം, പുതിയ നിയമ ശുശ്രൂഷ, കർത്താവ് നിങ്ങളുടെ മേലിട്ട് അഭിഷേകം, ദൈവം നിങ്ങളെ വിളിച്ച ഒരു വിളി, അത് ഫെയ്ഡാകത്തില്ല, അത് നീങ്ങിപ്പോത്തില്ല, അത് നിലനിൽക്കുന്നതാണ്. കാരണം അത് നിലനിൽക്കുന്ന പുതിയ നിയമത്തിന്റെ അഭിഷേകമാണ്. കൈയടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നിലനിൽക്കുന്ന പുതിയ നിയമത്തിന്റെ അഭിഷേകമാണ്. അപ്പോൾ ഈ നീക്കം വരുന്നത് എന്ന് എന്താണ് ഇവിടെ പറയുന്നത്? നീക്കം വരുന്നത് എന്നിവിടെ പറയുന്നത് പഴയ നിയമ ശുശ്രൂഷയെ പറ്റിയാണ്. അപ്പോൾ ഈ പഴയ നിയമ ശുശ്രൂഷയുടെ മധ്യസ്ഥനായ പഴയ നിയമ ശുശ്രൂഷയുടെ മധ്യസ്ഥൻ മോസസ് ആയിരുന്നു. മോശയുടെ കൈകളിലൂടെയാണ് ന്യായപ്രമാണം നൽകപ്പെടുന്നത്. അപ്പോൾ ഈ കിട്ടിയ ന്യായപ്രമാണത്തിൻ്റെ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പഴയ നിയമ ശുശ്രൂഷയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഫെയ്ഡായി മങ്ങി 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 ഇത് തിരോധാനം സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇത് വിശദീകരിക്കുന്നുണ്ട്, മേളിലും താഴെയുമായിട്ട്. ഞാൻ ഇതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം കൂടെ വായിക്കാം. 13-ാമത്തെ വാക്യം. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. അപ്പോൾ ഇവിടെ മോസസ് തൻ്റെ മുഖത്തൊരു മൂടുപടം ഇടുകയാണ്. മൂടുപടം എന്നുള്ളതിന് എന്താണ് തമിഴില് മുക്കാടം, അങ്ങനെ എന്താ പറയുക അല്ലേ? എന്താ മൂടുപടം അല്ലേ? നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. അപ്പൊ എന്തിനാണ് മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടത്? ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം. അന്തം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അവസാനം. നീങ്ങിപ്പോകുന്നതിൻ്റെ അവസാനം. എന്താണ് നീങ്ങിപ്പോകുന്നത്? മോസസ് കഴിഞ്ഞ 40 ദിവസമായിട്ട് ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഈ മോസസ് ദൈവത്തിന്റെ കൂടെ ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ത്വക്കെല്ലാം ഇങ്ങനെ പ്രകാശിച്ചു. കർത്താവിന്റെ വെളിച്ചം അദ്ദേഹത്തിന്റെ മേൽ വ്യാപിച്ചു. അങ്ങനെയായിരുന്നു മോസസ് ഉണ്ടായിരുന്നത്. പക്ഷെ മോസസ് താഴ്വരയിലേക്ക് വരും തോറും ഈ തേജസ് മങ്ങിക്കൊണ്ടിരുന്നു, ഈ തേജസ് കുറഞ്ഞുകൊണ്ടിരുന്നു, നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഒന്ന് പറഞ്ഞ പദം, നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു, മങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഒന്ന് പറഞ്ഞേ, മങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞേ, മങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എന്ത് ചെയ്തു മോസസ്? ഈ മങ്ങിപ്പോകുന്നത് ആൾക്കാരെ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ? മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടു. 10 വർഷം മുമ്പ് നിങ്ങൾ എന്നെ കണ്ടപ്പം എൻ്റെ തലയിൽ ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ പോയി നീ എന്താ ചിരിക്കുന്ന പറയിരുന്ന പറയാം. ഞാൻ പണ്ടെടുക്കുമ്പോൾ എന്തുമാത്രം മുടിയായിരുന്നു, ഇപ്പം തലമുടിയില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്നെ കാണുമ്പോൾ അയ്യോ ബ്രദർ, തലയിലുള്ള മുടിയല്ല എവിടെ പോയി എന്ന് ചോദിക്കുന്നതിന്റെ കാരണം, ആദ്യം നിങ്ങൾ എന്നെ കണ്ടപ്പോൾ മുടി ഉണ്ടായിരുന്നുകൊണ്ടാണ്. നിങ്ങൾ എന്നെ കാണുമ്പോഴേ ഇതുപോലെ തലയിൽ മുടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചോദിക്കത്തില്ല ഇത് എന്നാ പറ്റിയെന്ന്, അല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞു. അപ്പൊ മോസസിന് മനസ്സിലായി, ഈ തേജസ് കുറയുമ്പോ ചോദിക്കാതിരിക്കണമെങ്കിൽ തേജസ് കൂടിയിരിക്കുമ്പോൾ അത് കാണിക്കാതിരുന്നാ മതി. മനസ്സിലായി? തേജസ് കൂടി നിൽക്കുമ്പോൾ കാണിക്കാതിരുന്നാൽ തേജസ് കുറയുമ്പോൾ ആരും ചോദിക്കത്തില്ല എന്നാ പറ്റിയെന്ന്. അപ്പൊ അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടി മോശ എന്ത് ചെയ്തു? തൻ്റെ മുഖത്തൊരു മൂടുപടം ഇട്ടു. മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടു. എന്താണ് മോസസിന്റെ മൂടുപടം ഇടാനുള്ള കാരണം? മോസസിന് കിട്ടിയ തേജസ്, മോസസ് പ്രാപിച്ച ശുശ്രൂഷ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? താന്ന് 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 തിരോധാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ അത് കോട്ട് ചെയ്താണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, നോക്കണേ. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം, അവസാനം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മൂടുപടം ഇട്ടതും മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. കേട്ടോ? അപ്പൊ കമ്പയർ ചെയ്യാണ്. ഏതിനെ കമ്പയർ ചെയ്യുന്നേ? നിലനിൽക്കുന്നത്, നീങ്ങിപ്പോകുന്നത്. ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, നിലനിൽക്കുന്നത്, നീങ്ങിപ്പോകും. ഒന്നുകൂടെ ഉറക്കെ പറ, നിലനിൽക്കുന്നത്. നിങ്ങൾ ഇതിൽ ശബ്ദത്തിൽ പറയുന്നവരാന്ന് എനിക്കറിയാം. ഉറക്കെ പറഞ്ഞു, നിലനിൽക്കുന്നത്, നീങ്ങിപ്പോകുന്നത്. അപ്പൊ പഴയ നിയമ ശുശ്രൂഷ എന്താണ്? നീങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നീങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന
പ്രശ്നം പരിഹരിക്കാനായി മോസസ് തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടു. എന്നിട്ട് വചനം ഇങ്ങനെ പറയാം, അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. തൊട്ട് താഴത്തെ വാക്യം, അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. മോശ എവിടെ മൂടുപടം ഇട്ടേ? മുഖത്ത്. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം എവിടെ വന്നത്? ഹൃദയത്തിൽ. കണ്ടോ? മോശ മൂടുപടം ഇട്ടത് എവിടെയാ? മുഖത്ത്. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇടുന്ന എവിടെയാണ്? മൂടുപടം വരുന്ന എവിടെയാണ്? ഹൃദയത്തിലാണ്. കാരണം പുതിയ നിയമ ദൃഷ്ടി എന്ന് പറയുന്നത് കണ്ണിന്റെ ദൃഷ്ടി അല്ല, പിന്നെ ഏതിന്റെ ദൃഷ്ടിയാണ്? ഹൃദയദൃഷ്ടിയാണ്. ആന്തരിക നയനങ്ങളാണ് തുറക്കുന്നത്. ഇന്നർ ഐസ് ആണ് കർത്താവ് ഓപ്പൺ ചെയ്തു തരുന്നത്. അപ്പൊ ആന്തരിക നയനങ്ങൾ തുറന്ന് കാണാനും കേൾക്കാനും കഴിയാതെ വണ്ണം മോസസിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു മൂടുപടം എവിടെ കിടക്കുന്നു? ഹൃദയത്തിന്മേൽ കിടക്കുന്നു. അതെവിടെ മാറിപ്പോകുന്നു? കർത്താവിൽ അത് മാറിപ്പോകുന്നു. എവിടെയാ മാറിപ്പോകുന്നേ? കർത്താവിൽ അത് മാറിപ്പോകുന്നു. അപ്പൊ രണ്ടെണ്ണം എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഒന്ന്, നിലനിൽക്കുന്നത്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, നിലനിൽക്കുന്നത്. ഒച്ചത്തിൽ പറ, നിലനിൽക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? നീങ്ങിപ്പോകുന്നത്. ഒന്നുകൂടെ പറ, നീങ്ങിപ്പോകുന്നത്. ഒന്നുകൂടെ പറ, നീങ്ങിപ്പോകുന്നത്. രണ്ടാമത്തെ എന്താ? നിലനിൽക്കുന്നത്. വലത്തെ കൈ ഉയർത്തി പറഞ്ഞേ, നിലനിൽക്കുന്നത്. ഇടത്തെ കൈ ഉയർത്തി പറഞ്ഞേ, നീങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്? പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, പ്രാർത്ഥന സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷം, അഭിഷേകം, കൃപ, വചനത്തിന്റെ സന്തോഷം, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക്. പക്ഷേ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ, ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്തോ കിട്ടിയത് നീങ്ങിപ്പോകുന്നതായിട്ടൊരു ഫീലിങ്. അങ്ങനെയുള്ള ഒരു സത്യമായിട്ടൊന്ന് കരമുയർത്തിക്കേ. അങ്ങനെയുള്ള സത്യ സംശയമായിട്ട് പറഞ്ഞാൽ സത്യമാണത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്നാണെന്നറിയോ? അതിന്റെ പ്രശ്നമാണ് നമ്മളിവിടെ വായിക്കുന്നത്. രണ്ട് മിനിസ്ട്രിയാണ് ഉള്ളത്. ഒന്ന് ന്യൂ ടെസ്റ്റ്മെന്റ്, ഒന്ന് പുതിയ നിയമ ശുശ്രൂഷ, മറ്റൊന്ന് പഴയ നിയമ ശുശ്രൂഷ. അപ്പൊ പഴയ നിയമ ശുശ്രൂഷയുടെ പ്രശ്നം ഇതാണ്: ഇരിക്കുമ്പം ഭയങ്കര തേജസ്സാണ്. പക്ഷെ ദിവസങ്ങൾ ചെല്ലുന്തോറും, മാസങ്ങൾ ചെല്ലുന്തോറും എന്ത് ചെയ്യും? ഇതിങ്ങനെ മങ്ങി 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 നഷ്ടപ്പെട്ട് തിരോധാനം സംഭവിക്കും, ഇല്ലാതാകും, നിലനിൽക്കത്തില്ല. എന്നാൽ പുതിയ നിയമ ശുശ്രൂഷയുടെ ഗുണം എന്താണ്? ഇത് നാൾക്ക് നാൾ എന്ത് ചെയ്യും അറിയാമോ? നിലനിൽക്കും. കരമുയർത്തി എന്ന് പറഞ്ഞ്, നിലനിൽക്കും. ഇത് എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകുന്നറിയോ? ഫ്രം ദ ഗ്ലോറി ടു ദ ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. പറഞ്ഞേ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അത് തൊട്ട് താഴത്തെ വാക്യത്തിൽ വായിക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഞാനത് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അത് നീങ്ങിപ്പോകുന്നു. ക്രിസ്തു ആത്മാവാകുന്നു. ക്രിസ്തുവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത ഭാഗം, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. അധ്യായം തീരുക, 3-ാം അധ്യായം തീരുക. പക്ഷെ അതിന് മുമ്പേ പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ റിസീവിംഗ് ഗ്ലോറി ടു ഗ്ലോറി ആൻഡ് വി ആർ ട്രാൻസ്ഫോമിംഗ് ഇൻ ടു ദ ഇമേജ് ഓഫ് ദ സൺ. ആ പുത്രന്റെ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നാം അറിയാതെ രൂപാന്തരപ്പെടുകയാണ്. എന്താ കാര്യം? പുതിയ നിയമ ശുശ്രൂഷ എന്തല്ല? നീങ്ങിപ്പോകുന്ന അല്ല. പറഞ്ഞു, നീങ്ങിപ്പോകുന്ന അല്ല. പിന്നെ എന്ത് ചെയ്യുന്ന? പറഞ്ഞു, നിലനിൽക്കുന്നതാ. ഒച്ചത്തിൽ പറഞ്ഞ്, നിലനിൽക്കുന്നതാ. എവിടുന്ന് എങ്ങോട്ടാ നിലനിൽക്കുന്നേ? ഇന്നലത്തേക്കാൾ തേജസ്സോടെ ഇന്ന്, ഇന്നത്തേക്കാൾ തേജസ്സോടെ നാളെ, നാളേക്കാൾ തേജസ്സോടെ മറ്റന്നാൾ. ഒന്ന് കൈയടിച്ച് സ്വീകരിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്
ഗ്ലോറി ടു ദ ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. പറഞ്ഞു മഹത്വത്തിൽ നിന്ന് മഹത്വത്തിന്റെ ഒരു ഘട്ടത്തിൽ നിന്ന് മഹത്വത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്. ഇതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷകരായിട്ട് ഉള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പുതിയ നിയമം പ്രസംഗിക്കുകയും പുതിയ നിയമം വായിക്കുകയും ചെയ്താൽ മതി. നിങ്ങൾ അടിക്കടി കയറി വന്നുകൊണ്ടിരിക്കും. അടിക്കടി കയറി വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഡിസൈപ്പിൾഷിപ്പ് ഉണ്ടോ? നല്ലത്. അതിൻ്റെ ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമോ? നല്ലത്. വേറെ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യുമോ? അതെല്ലാം നല്ലത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു കുടുംബം ഐശ്വര്യം പ്രാപിക്കണമെങ്കിൽ, ഒരു വീട്ടിൽ നന്മയുണ്ടാകണമെങ്കിൽ, നിങ്ങളിൽ നിലനിൽക്കുന്ന ഫലമുണ്ടാകണമെങ്കിൽ, ഒരു ദിവസത്തിലെ മഹത്വത്തിൽ നിന്ന് അടുത്ത പടി ഇങ്ങനെ എങ്ങനെ കയറിപ്പോന്ന് കാണണമെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ പുതിയ നിയമ പാരായണം, പുതിയ നിയമം വായിക്കുന്നത്, പ്രത്യേകിച്ച് ലേഖനങ്ങൾ വായിക്കുന്നത് ഒരു ദിനചര്യയായിട്ട് ഏറ്റെടുത്തു. വേറെ ഒന്നും ചെയ്യണ്ട, ദിനചര്യയായിട്ട് ഏറ്റെടുത്തു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ മരുന്ന് പോലെ കഴിച്ചോ. ഹല്ലേലൂയ. മരുന്ന് പോലെ കഴിച്ചോ. ഹല്ലേലൂയ. മരുന്ന് പോലെ കഴിച്ചോ. നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ഏറ്റുമാനൂർ എന്നുള്ള ഒരു വസ്ത്ര വ്യാപാരി എന്നെ കാണാനായിട്ട് അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷാലോം TV-യിൽ പ്രസംഗം കേട്ട് വളരെ തൽപരനായിട്ട് ബ്രദറിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇദ്ദേഹം ഏറ്റുമാനൂരെന്ന് തൃശ്ശൂർ ചാലക്കുടിയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് എന്നെ കാണാൻ വരണമെങ്കിൽ അദ്ദേഹത്തോട് അതുപോലെ ദൈവം സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ നിരൂപിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഈ ജീവിതത്തിൽ ചേച്ചി ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തെ? ഒരു വസ്ത്ര വ്യാപാരി ഓർക്കുന്നുണ്ട്? ഓക്കെ. ഏറ്റുമാനൂർ പട്ടണത്തിൽ വസ്ത്രവ്യാപാരം നടത്തി വലിയ കോടാനുകോടി രൂപ കടക്കണിയിലായ ഒരു മനുഷ്യൻ, നല്ല യോഗ്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹം അന്ന് എന്നെ കാണാൻ വന്നത് ഏതാണ്ട് ബെൻസ് കാറിലാണ്. വളരെ വിലപിടിപ്പുള്ള ജീവിതശൈലി ജീവിച്ച ഒരു മനുഷ്യൻ. ഇയാൾ എന്നാ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പോകാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല, ഞാൻ പ്രാർത്ഥിപ്പിക്കാത്ത അഭിഷിക്തന്മാരില്ല. അപ്പോൾ കാത്തലിക്കായ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാനെല്ലാം ട്രൈ ചെയ്തു, ഞാൻ മല കയറി നോക്കി, ഞാൻ ഇന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല ഇതിനു മുമ്പ്, പക്ഷെ അദ്ദേഹത്തോട് പെട്ടെന്ന് ചോദിക്കാനായിട്ട് തീരുമാനിച്ചു, എത്ര ദിവസത്തിനകത്താണ് നിങ്ങളൊരു അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി അത്ഭുതം നടക്കാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അതുപോലത്തെ സ്ഥിതിയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, റിസ്ക് എടുക്കാൻ തയ്യാറാണ്? അദ്ദേഹം പറഞ്ഞു, എന്നാ റിസ്ക് വേണമെങ്കിലും എടുക്കാം ബ്രദർ ഇപ്പം പാലത്തെ താവട്ട് ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും, ആ അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു റിസ്ക്കും എടുക്കണ്ട. നിങ്ങളുടെ ബൈബിളിൽ ലേഖനങ്ങളുണ്ട്. ഇന്നു മുതൽ കൊളോസോസ് ലേഖനവും എഫെസോസ് ലേഖനവും വായിക്കാമോ എന്ന് ചോദിച്ചു. ഇത്രയും സിമ്പിളാണോ? ഞാൻ ചോദിച്ചത്, സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നും, വായിച്ചു നോക്ക. അപ്പോൾ സിമ്പിൾ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ നിർബന്ധം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം 50 പ്രാവശ്യം ഇതുമായിര്, ഒരു ദിവസം 50 പ്രാവശ്യമായിര്. ഏതായാലും ഇപ്പോൾ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക, കടക്കാർ വിളിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല, എവിടെങ്കിലും ഒതുങ്ങിയിരുന്ന് ലേഖനം വായിക്കുക. ഇത് വായിച്ചാൽ വല്ലതും നടക്കുമോ? അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ ഒരു ചിന്ത. ഇത് വായിച്ചാൽ, ഞാൻ പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്യാം, എന്തായാലും ഞാൻ പറയുന്നതല്ലേ, ബ്രദറിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം, ഞാനിത് ട്രൈ ചെയ്യാൻ പോയി. ആ മനുഷ്യൻ ആ വഴിക്ക് പോയി. 14,000 പേരുള്ള ആ കൺവെൻഷന് അവിടെ വെച്ച് നമ്മൾ ഈ മനുഷ്യനെ പിന്നെ കാണാനോ ഓർക്കാനോ ഒന്നുമില്ല. അയാൾ അതിൻ്റെ പാട്ടിന് പോയി. ഒരു 5 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. ഇദ്ദേഹം വന്നപ്പോഴേ ആ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാൻ ആകാംക്ഷയായി. ഞാൻ എന്താ സംഭവിച്ചേ? അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചില്ല, ഞാൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഞാൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിൽ പരിഭവമുണ്ട് ഇദ്ദേഹത്തിനെന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള പ്രമോദ് ബ്രദറിനോട് പറഞ്ഞു. ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് ആ ബ്രദർ എനിക്ക് വേണ്ടി തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു പോലും. അയാൾ ലേഖനം വായിക്കാൻ വിട്ടിരിക്കുക, എന്തായാലും ഞാൻ നോക്കാം എന്ന് പറഞ്ഞാൽ പോയത്. 4 ആഴ്ച കഴിഞ്ഞ് വന്ന ഈ സഹോദരൻ പറയുകയാണ്,
ഒന്നും മാറിയില്ല. കട മാറിയില്ല, എൻ്റെ ബിസിനസ് ബന്ധങ്ങളൊന്നും മാറിയില്ല, എൻ്റെ കടഭാരങ്ങൾ അതുപോലെ ഉണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ബ്രദർ അറിയണം. ഞാൻ ഈ ലേഖനങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ദിവസം ഉറക്കം എന്നെ സമ്മതിച്ചില്ല, രണ്ടാമത്തെ ദിവസം ഭാര്യ എന്നെ സമ്മതിച്ചില്ല, മൂന്നാമത്തെ ദിവസം ഓരോരോ ഡിസ്റ്റർബൻസ് ആയി. എനിക്ക് മനസ്സിലായി, ഇത് വായിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല. ഞാൻ എന്നെ കെട്ടിയിട്ട പോലെ ബന്ധിക്കപ്പെട്ട് ഞാനിത് വായിക്കാൻ തുടങ്ങി. ഒന്നും വായിച്ചിട്ട് മനസ്സിലായില്ല. 20ഉം 25ഉം പ്രാവശ്യം വായിച്ചിട്ട് 6 അധ്യായം എഫെസോസ് ലേഖനം ഒന്നും മനസ്സിലായില്ല. ഞാൻ വിട്ടുകൊടുത്തില്ല, ബ്രദറിന്റെ വാക്ക് വിശ്വസിച്ചു. ബ്രദറെ, 4 ആഴ്ചക്കകത്ത് ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ 1.5 കോടി രൂപയുടെ പ്രശ്നം പരിഹാരമായി. ഞാൻ എന്താണോ ഫിനാൻഷ്യലി നേട്ടം കോട്ടം ഇതൊന്നും പറയാൻ വന്നതല്ല കേട്ടോ, എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞ ആളുടെ സ്വഭാവമോ വായിച്ച ആളുടെ സ്വഭാവമോ അല്ല. ഇത് ഈ ശുശ്രൂഷയുടെ പ്രത്യേകതയാണ്. ഇത് പുതിയ നിയമ അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? ഇത് നിലനിൽക്കും. ഇത് ഗ്ലോറി ടു ഗ്ലോറി കൊണ്ടുപോകും. നിങ്ങളെ അനുദിനം ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് കൊണ്ടുപോകും. ഇത് നിങ്ങളെ ഷൈൻ ചെയ്യിക്കും. ഇതിന്റെ ഗ്ലോറി അതാണ്. അതിനെ അടക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല, ഒരു ശക്തിക്കും പറ്റില്ല, ഒരു ശക്തിക്കും പറ്റില്ല, ഒരു ശക്തിക്കും പറ്റില്ല. നിലനിൽക്കുന്നത് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കേ. നിലനിൽക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ഇന്നു മുതൽ ദിനചര്യ ആയിക്കോ. പുതിയ നിയമ ശുശ്രൂഷ, പുതിയ നിയമം എവിടെ പ്രസംഗിക്കുന്നു എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കണം. ഇപ്പൊ ഇന്റർനെറ്റൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? പുതിയ നിയമ ശുശ്രൂഷ കേൾക്കണം, പുതിയ നിയമ വചനം കേൾക്കണം, പുതിയ നിയമത്തോട് ബന്ധപ്പെട്ട് നിൽക്കണം, ലേഖനങ്ങൾ വായിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളുടെ മക്കളെ പുതിയ നിയമം കാണാതെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇതൊന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എൻ്റെ ഭാവിക്കകത്താണ് ഒരു വഴി. ഏതു പ്രശ്നത്തിനും ഇത് പരിഹാരമാണെന്ന് ഞാനൊരു 10-18 ആൾക്കാരുടെ സാക്ഷ്യത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് ഇത് കണ്ടതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. ഇത് എത്രയോ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ ഇത് വീണ്ടും പറയാൻ തുടങ്ങിയത് ഇതിങ്ങനെ അനുഭവം വ്യക്തികൾക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടെങ്കിലും നിങ്ങൾ ഇന്നു മുതൽ അപ്പസ്തോല പ്രവൃത്തി അങ്ങോട്ട് മറിച്ചു വിട്ടിട്ട് ലേഖനം, ആദ്യത്തെ ലേഖനം റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ അങ്ങോട്ട് വായിച്ചങ്ങോട്ട് തുടങ്ങിക്കോ. ചരിത്രം മാറുന്നത് കാണാം. ഹല്ലേലൂയ. സംശയമേട. കാരണം ഇത് വ്യക്തമായിട്ട് പറയുക, നീങ്ങിപ്പോകുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ അപ്പൊ അതിൻ്റെ അകത്ത് എന്തുണ്ട്? തേജസ് ഉണ്ടായിരുന്നു. നീങ്ങിപ്പോകുന്നതിനകത്ത് എന്തുണ്ട്? തേജസ് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഈ വഴിവിളക്കുകൾ, പോസ്റ്റിലുള്ള ലൈറ്റുകൾ പ്രയോജനമില്ലാതായി മാറുന്നത്? സൂര്യൻ വരുമ്പോഴല്ലേ? ആണോ അല്ലയോ? രാത്രി മുഴുവൻ ഇതിന്റെ ആശ്രയത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ സൂര്യൻ വരുമ്പോഴോ? പിന്നെ ആരെങ്കിലും വഴിവിളക്കിന്റെ ചോട്ടി പോവോ? കാരണം എന്നാ? വഴിവിളക്കിനേക്കാൾ വലുതൊന്ന് ഉദിച്ചു കഴിഞ്ഞു. അതാണ് പുതിയ നിയമം. അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. അതാണ് ഇൻ ക്രൈസ്റ്റ് ലൈഫ്. അതാണ് യേശു ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം. ഇത് നിന്റെ ചരിത്രം മാറ്റിയില്ലേ വേറെ ഒന്നും നിന്റെ ചരിത്രം മാറ്റിയല്ല. ഇത് നിന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ വേറെ ഒന്നും നിന്നെ സൗഖ്യമാക്കുകയല്ല. ഇത് നിന്റെ നിങ്ങൾ എത്രത്തോളം ഇതിനകത്തേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുന്നോ ഇത്രത്തോളം നിങ്ങളാകുന്ന വ്യക്തി പരുവപ്പെടുന്നത് കാണാൻ കഴിയും. നിങ്ങളുടെ കോപമല്ല ഇതുവഴി പോകുന്നെന്ന് കാണില്ല. നിങ്ങളുടെ അശുദ്ധികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ദൈവമേ, എനിക്കിങ്ങനെ ഒരു അശുദ്ധ സ്വഭാവമുണ്ട്, എനിക്കിങ്ങനെ ഒരു ബലഹീനത ഉണ്ടെന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിനെ മാറ്റാൻ പോലും ശ്രമിക്കണ്ട. ലേഖനം വായിര്. നിലനിൽക്കുന്ന ഒരു അഭിഷേകം നിങ്ങൾ നിലനിൽക്കും. ഇതങ്ങേയറ്റം തീവ്രമായ ഒരു കാര്യമാണ്. ഞാനത് മനസ്സിലാക്കിയത് കൊണ്ട് വളരെ ചുരുക്ക രൂപത്തിൽ പറയുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുന്ന സൗഖ്യങ്ങളുണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരാളോട് പറഞ്ഞു, ഒരു കൈ രോഗമുള്ള സ്ഥലത്തും മറ്റേ കൈ വചനത്തിൽ ഇങ്ങനെ വിരൽ വെച്ച് വായിക്കുന്ന ശീലമില്ലേ? അങ്ങനെ ശീലമാക്കിക്കളാം. ഇടം കൈ എടുത്ത് രോഗമുള്ള സ്ഥലത്ത് വെക്കുക, വലത്തെ കൈ എടുത്ത് വരികൾക്കരി അടിയിൽ വരച്ചുകൊണ്ട് വായിക്കുക.
ചെയ്ത് നോക്കിയോ, പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ. ഭയങ്കരമായി വചനത്തിന്റെ അഭിഷേകം ഇറങ്ങും. തട്ടി തുറക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. വഴികളെ തട്ടി തുറക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ചലനാത്മകമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന അനുഭവപ്പെടും. ഇത് ഞാൻ തന്നെയാണോ ഈ ശുശ്രൂഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമാറ് അസാധാരണമായ തരത്തിലുള്ള ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരും. കാരണം ഇതിന്റെ പ്രത്യേകതയാണ്. ഏതാ അതിന്റെ പ്രത്യേകത? നീങ്ങിപ്പോകുന്നത് തേജസ്സുള്ളതായി. ഒന്ന് പറഞ്ഞേ, നീങ്ങിപ്പോകുന്നത്. The fading one is glorious, then the unfaded one, the original one, how much more it is. ചോദിക്കുക, നീങ്ങിപ്പോകുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത്, ഒന്ന് പറഞ്ഞേ, നിലനിൽക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, നിലനിൽക്കുന്നത്. 20 വർഷം മുമ്പ് ഞാൻ സെമിനാരിയിൽ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റീസ് ചെയ്യുമ്പോൾ അന്ന് എൻ്റെ പ്രൊഫസറായിരുന്ന ഒരു വർഗീസം സാമുവേൽ എന്ന് പറയുന്ന ഒരു സാർ എന്നോട് പറയുമായിരുന്നു, സജിത്തെ പുതിയ നിയമം വായിക്കണമെന്ന്. എനിക്കന്ന് ഇതിൻ്റെ ABCD അറിയത്തില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിനെ പഴയ നിയമത്തിൽ എനിക്കന്നുള്ള പ്രസംഗങ്ങളൊക്കെ ദാവീദും ആടിനെ തീറ്റാനും മോശയും മരുഭൂമിയും ഒക്കെ. അന്നേരം ഇങ്ങനെ വന്നിട്ട് പറയുന്ന പുതിയ നിയമമായി. ഞാൻ 20 വർഷം മുമ്പ് അദ്ദേഹത്തോട് വളരെ പ്രാകൃതമായ രീതിയിൽ പെരുമാറി. ഞാൻ പറഞ്ഞു, സാറേ, പുതിയ നിയമവും പഴയ നിയമവും ഒന്നുമില്ല, ഏത് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ വചനമാണ്. എല്ലാം ദൈവത്തിന്റെ വചനം തന്നെയാകട്ടോ, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ്. പക്ഷെ നിനക്ക് തേജസ്സിൽ നിന്ന് തേജസ്സിലോട്ട് പോണോ? അതാ ചോദ്യം. നിനക്ക് നിലനിൽക്കുന്നത് വല്ലതും കാണണമെന്ന് താല്പര്യമുണ്ടോ? ഇത് വായിക്കാനും പഠിക്കാനും തുടങ്ങുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഞങ്ങളെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിശയകരമായി ഈ വചനം ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്ന ആ നാളുകളിൽ ഇത് വായിച്ചാൽ ഒന്നും മനസ്സിലാകുകയില്ല. ഇത് ഞാൻ റോമാലേഖനം വായിച്ചിട്ട് അവസാനം മേലാൽ ഞാൻ ഈ പുസ്തകം തുറക്കില്ലെന്ന് പറഞ്ഞ് മാസങ്ങൾ മാറ്റിവെച്ച നാളുകളുണ്ടായി. പക്ഷെ ഏതോ ഒരു ശക്തി ഇതിലേക്ക് എന്നെ ഇങ്ങനെ വശീകരിക്കുന്നത് എനിക്ക് അനുഭവിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു. അനുദിനം നിലനിൽക്കുന്ന എന്തെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം പുതിയ നിയമത്തിന്റെ ശക്തിയാലാണ്. ഭയങ്കര ശക്തിയാണ് ഇതിനകത്ത്. ഞാൻ ആ വചനം ഒന്നുകൂടെ വായിക്കാം. നീങ്ങിപ്പോകുന്നതും നിലനിൽക്കുന്നതും. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ വചനം പതിയണമേ. 2 കൊരിന്ത്യർ 3:11. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ, അടുത്തതാണ് നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. പൗലോസ്ലീഹയ്ക്ക് എത്രയധികം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയോ? പറയാൻ പറ്റുന്നില്ല. അൺമെഷറബിൾ ഗ്ലോറി. മെഷർ ചെയ്യാൻ പറ്റാത്ത വലിപ്പം, അളക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. അതായത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ എവിടെയെങ്കിലും ചോദ്യം കൊണ്ട് അവസാനിക്കുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ബുദ്ധിക്കെത്തുകയില്ലെന്നുള്ള കാര്യങ്ങളെയാണ് ചോദ്യം കൊണ്ട് പൗലോസ്ലീഹ അവസാനിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ 17 ചോദ്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ വായിക്കുന്ന ഈ കൊരിന്ത്യ ലേഖനം ഒന്നാം ലേഖനത്തിൽ 12 ചോദ്യങ്ങളുണ്ട്. അവിടെ ജ്ഞാനി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയാത്തതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ദൈവത്തെ അറിയാത്തത് കൊണ്ട് ലോകത്തിന്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കിയെന്ന് അറിയുന്നില്ലേ? പിന്നെ താഴോട്ട് വരുമ്പോൾ ചോദിക്കുക, ആ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അതറിഞ്ഞവൻ ആര്? ക്വസ്റ്റ്യൻ. ഇത്രയാണെന്ന് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല, എന്നാൽ എത്രയാണെന്നും പറയാൻ പറ്റില്ല. എത്രയാണെന്നും പറയാൻ പറ്റാത്തതിനെ അപ്പോസ്തലൻ ഒറ്റ വാക്കുകൊണ്ട് അപഗ്രഥിക്കുകയാണ്. ആ അപഗ്രഥനമാണ് ഈ വാക്കിൽ നമ്മൾ കാണുന്നത്. എത്ര അധികമായിരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ് അതിനെ അളക്കട്ടെ. നിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കട്ടെ. എത്ര അധികമായിരിക്കുമെന്ന് നിന്റെ ആത്മാവ് നിന്നോട് പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയമായി സഹോദരങ്ങളെ,
ഈ ശുശ്രൂഷ നാം സ്വീകരിക്കാനും ഈ ശുശ്രൂഷ മനുഷ്യർക്ക് കൊടുക്കാനും കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സമയമായി. ഈ കാലഘട്ടം പുതിയ നിയമ ശുശ്രൂഷകരുടെ കാലഘട്ടമാണ്. തിരുവനന്തപുരം ജില്ല അന്വേഷിക്കുന്നത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരെയാണ്. അവരുടെ സീസണാണിത്, അവരുടെ ടൈമാണിത്. ഞാൻ വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആത്മമണ്ഡലത്തെ വിവേചിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അവരുടെ സമയമാണ് ഇനിയുള്ള കാലം. ഇത് ഒരു മേഘപടലം മാറിപ്പോകുന്നത് പോലെ ഈ പഴയ നിയമ ശുശ്രൂഷകൾ മാറിപ്പോകുകയാണ്. എന്നിട്ട് മറ്റൊന്ന് അധികം തേജസ്സിലേക്ക് ഒറ്റ പ്രാവശ്യം നിന്റെ വചനം കേട്ടാൽ പിന്നെ അവരെ നിന്റെ അടുക്കലേക്ക് വശീകരിക്കുന്ന ഒരു ശക്തി വചനത്തോട് കൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കും. അതെവിടെയാണെന്നറിയോ? അത് ഈ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്കകത്ത് മാത്രമാണ്. അത് ഈ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്കകത്ത് മാത്രമാണ്. ഈ വചനം നിങ്ങൾ വായിക്കണമേ. അതെ, തേജസ്സോട് 10ാമത്തെ വചനോട് വായിക്കാം അല്ലേ? 10ാമത്തെ വചനോട് വിനോദ് ബ്രദർ പറഞ്ഞ എന്നോട് 10 മണി വരെ പ്രസംഗിച്ചോണാണ്. ഞാൻ പറഞ്ഞായിരുന്നു 11 മണി വരെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. 10ാമത്തെ വചനം വായിക്കാം നമുക്ക്. നിങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് അത് വായിച്ചു. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി പോയി. ഓ മൈ ഗാഡ്. In front of this glorious, the one which was in glory or with glory, was nothing in front of this glorious. ഒന്നുകൂടെ വായിക്കാം. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ. ഏത് കാര്യത്തിൽ? ഈ പുതിയ നിയമ ശുശ്രൂഷയുടെ കാര്യത്തിൽ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ്. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ്, അതിമഹത്തായ തേജസ് നിമിത്തം. അതിമഹത്തായ തേജസ് നിമിത്തം പറഞ്ഞേ, അതിമഹത്തായ തേജസ് നിമിത്തം. അതിമഹത്തായ തേജസ് നിമിത്തം. എല്ലാവരും ഒന്ന് പറഞ്ഞു, അതിമഹത്തായ തേജസ് നിമിത്തം. By the reason of the glory that surpasseth. നോക്കിയാ വേർഡ് വിനോദ, ആ വചനം കണ്ടോ? That glory, the reason of this glory that surpass. The nature of this glory is surpassing. സർപ്പാസ് ചെയ്യുന്ന ഗ്ലോറിയുടെ മുമ്പിൽ the other glory was nothing. മറ്റേ മഹത്വം ഒന്നും അല്ലാതായി പോയി. ഒന്നുകൂടെ വായിച്ചോ വചനം. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ. ഏത് കാര്യത്തിൽ? ഈ അതിമഹത്തായ തേജസ്സുള്ള ശുശ്രൂഷയുടെ മുമ്പിൽ തേജസ്സുള്ളത് എന്തായി മാറി? ഒട്ടും തേജസ് ഇല്ലാത്തതായി മാറി. അപ്പൊ എന്താ ഇതിന്റെ തേജസ്? ഒട്ടും തേജസ് ഇല്ലാത്തതാക്കി അതിനെ മാറ്റണമെങ്കിൽ ഇതിന്റെ തേജസ് എന്നാ? അതാ പൗലോസിലേക്ക് അളക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് എത്ര അധികമായിരിക്കും. ഇത്രയെന്ന് പറയാൻ പറ്റുന്നില്ല, എത്രയെന്നും പറയാൻ പറ്റുന്നില്ലാത്തപ്പോൾ അവിടെ ഒരു എക്സ്ക്ലമേറ്ററി പുട്ട് ചെയ്യുകയാണ്, ആശ്ചര്യചിഹ്നം ഇടുകയാണ്. അങ്ങനെ അത് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്കല്ല, ഇറ്റ്സ് ആൻ എക്സ്ക്ലമേറ്ററി. അവിടെ ഒരു ഇതിട്ട് അവസാനിക്കുകയാണ്, ചോദിക്കുകയാണ് ഹൗ മച്ച് മോർ ഇറ്റ് വിൽ ബി. എത്രയധികമായിരിക്കും ഇത്? ആശ്ചര്യമാണ്, അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, ഇതിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങളാണ് സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങളുടെ ശുശ്രൂഷയിലാണ് വെളിപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങളിലൂടെയാണ് റിവീലാകാൻ പോകുന്നത്. ഇതിന്റെ വലിപ്പത്തെ കാണിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളിലൂടെയാണ്, നിങ്ങളുടെ ശുശ്രൂഷയിലൂടെയാണ് ഇത് വെളിപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ആശ്ചര്യചിഹ്നമിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം. ആശ്ചര്യചിഹ്നമിട്ട് അവസാനിപ്പിച്ച അപ്പോസ്തലൻ പറയുകയാണ്, ഈ കാര്യം വന്നപ്പം. ഏത് കാര്യം വന്നപ്പം? പറ ഉറക്കെ പറ, ഉച്ചത്തിൽ പറ. ഏത് കാര്യം വന്നപ്പം? ഈ അതിമഹത്തായ തേജസ്സിന്റെ കാര്യം വന്നപ്പം. ഏതാ ഈ അതിമഹത്തായ തേജസ്? പുതിയ നിയമ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ
നീക്കം വരുന്നതായ മോശയുടെ മുഖത്ത് മൂടുപടം ഇട്ട് അവസാനിച്ചപ്പോൾ ഇതാ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ, ഒന്ന് പറഞ്ഞേ, ലോർഡ്സ് ഗ്ലോറി, കർത്താവിന്റെ തേജസ്സിനെ. എല്ലാവരും ഒന്ന് ഒച്ചതി പറഞ്ഞേ, കർത്താവിന്റെ തേജസ്സിനെ. ദ ഗ്ലോറി ഓഫ് അവർ ലോർഡ്, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ആ വാക്യം ഒന്ന് കേട്ടെ. കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബം നിങ്ങൾ കാണുന്നു, പ്രതിരൂപം നിങ്ങൾ കാണുന്നു. എന്നെ തന്നെ ഞാൻ കാണുന്നു ഇതുപോലെ അതിമഹത്തായ തേജസ്സിന്റെ പ്രതിബിംബമായി, പ്രതിഫലനമായി, ദ എക്സാക്ട് ഇമേജ് ഓഫ് ദ ഗ്ലോറി. അതിമഹത്തായ തേജസ്സിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക നമ്മെ. എന്നാ അതിന് പറയുന്നേ? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. കൈയോർത്തി ഒന്ന് പറഞ്ഞേ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ലേഖനങ്ങളുടെ ശുശ്രൂഷ, അതിമഹത്തായ തേജസ്സിന്റെ ശുശ്രൂഷ. പറഞ്ഞു അതിമഹത്തായ തേജസ്സിന്റെ ശുശ്രൂഷ. രണ്ട് കൈ ഉയർത്തി പിടിച്ചെന്ന് പറഞ്ഞേ, അതിമഹത്തായ തേജസ്സിന്റെ ശുശ്രൂഷ. ഈ കാര്യത്തിൽ ഇതിന്റെ മുമ്പിൽ ഏതിന്റെ മുമ്പിൽ പറയൂ, ഏതിന്റെ മുമ്പിൽ? നീങ്ങിപ്പോകുന്നതിന്റെ മുമ്പിൽ നിലനിൽക്കുന്നത് വന്നപ്പോൾ വചനം പറയുക, ഇക്കാര്യത്തിൽ അക്കാര്യത്തിന്റെ മുമ്പിൽ ഇതിന്റെ മുമ്പിൽ വന്നപ്പം ഇത് ഒട്ടും തേജസ് ഇല്ലാത്തതായി പോയി. ഹല്ലേലൂയ. കാരണം അത് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കാ. 2 നീ നാളെ 3 പ്രതീക്ഷിക്കണം, 5 നീ നാളെ 6 പ്രതീക്ഷിക്കണം, 6 നീ നാളെ 7 പ്രതീക്ഷിക്കണം. 4 പ്രതീക്ഷിക്കരുത്, 2 പ്രതീക്ഷിക്കരുത്, 1 പ്രതീക്ഷിക്കരുത്, ഇല്ലായ്മ 0 പ്രതീക്ഷിക്കരുത്. 1 കയറി കയറി വരണം. അതാണ് ഈ ശുശ്രൂഷയുടെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അഭിഷേകം, അതാണ് അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിങ്ങനെ പ്രോഗ്രസീവാണ്, വളർന്നുകൊണ്ടേയിരിക്കും. പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയുകയില്ല, ഒരു തരത്തിലും നിന്നെ ഒതുക്കാൻ പറ്റില്ല. നീ ഒരു പിടികിട്ടാ പുള്ളിയായിരിക്കും, നിന്നെ പിടിച്ചാൽ കിട്ടില്ല. അത് നിന്റെ വിശുദ്ധിയോ നിന്റെ അശുദ്ധിയോ നിന്റെ പ്രാർത്ഥന ചെയ്തോ ഒന്നുമല്ല. നീ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയുടെ ശക്തിയാണ്. അത് പിടിച്ചാൽ കിട്ടാത്തതാണ്. അത് പിടിച്ചാൽ കിട്ടാത്തതാണ്, അത് പിടിച്ചാൽ കിട്ടാത്തതാണ്, അത് പിടിച്ചാൽ കിട്ടാത്തതാണ്, അത് പിടിച്ചാൽ കിട്ടാത്തതാണ്, അത് പിടിച്ചാൽ കിട്ടാത്തതാണ്. അതിനകത്ത് ജീവിക്കുന്ന നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്ക് പറ്റില്ല. നിന്റെ റേഞ്ച് വേറെയാ. ഒരു വഴി അവരടയ്ക്കുമ്പം നീ വഴി വെട്ടിക്കേറിപ്പോവും. ആരും നിനക്ക് വഴിയൊന്നും ഉണ്ടാക്കി തരേണ്ട കാര്യമില്ല, നീ വഴി വെട്ടിക്കേറിപ്പോവും. കാരണം നിന്നിലുള്ള ശുശ്രൂഷ അതാണ്, നിന്നിലുള്ള ശുശ്രൂഷ അതാണ്. സിനഗോഗുകൾ കൊട്ടി അടയ്ക്കുമ്പോൾ വഴിത്താരകൾ നിനക്ക് തുറക്കപ്പെടും. വഴിത്താരകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ പട്ടണവാതിലുകൾ തുറക്കപ്പെടും. പട്ടണവാതിലുകൾ തുറക്കടക്കപ്പെടുമ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് ദൈവം നിന്നെ അയക്കും. പുതിയ നിയമ ശുശ്രൂഷയുടെ ശക്തിയെ സ്വീകരിക്കാൻ സഹോദരങ്ങളെ, അസാധാരണമായി ദൈവം ഉപയോഗിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഒരു സംസാരം നടത്തിയിട്ട് കുറഞ്ഞതൊരു 3 വർഷമെങ്കിലുമായി. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ള ചിലതിൻ്റെ മേൽ ഇന്നൊരു വലിയ അഭിഷേകം വീഴുന്നുണ്ട്. നിന്നെ അടിമുടി ദൈവം മാറ്റാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നിന്നെ പുതിയ നിയമത്തിന്റെ ഒരു അപ്പോസ്തലനായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഓ അക്ഷരത്തിന്റെ ശുശ്രൂഷ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും ശുശ്രൂഷ. ഞങ്ങളുടെ വാക്കും പ്രബോധനവും കേവലം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളായിരുന്നില്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം.
ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. ഒന്ന് പറഞ്ഞു നോക്കിയേ, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. മാനിഫെസ്റ്റേഷൻ, the outer manifestation of the word and the spirit. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. പറഞ്ഞേ, ആത്മാവിൻ്റെയും ശക്തിയുടെയും ഇനി ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. തേജസ്സിന്മേൽ തേജസ്, ഗ്ലോറി ടു ഗ്ലോറി. പറഞ്ഞു, ഗ്ലോറി to glory, glory to glory, glory to glory. പറഞ്ഞു, glory to glory. പറഞ്ഞു, glory to glory. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. എന്താ നിന്നെ കൊണ്ടുപോകുന്നേ? അതിമഹത്തായ തേജസ്സുള്ള ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. തുടങ്ങിക്കോ സഹോദരങ്ങളെ, തുടങ്ങിക്കോ. ഇന്ന് സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇന്ന് ഫിസിക്കൽ ഹീലിംഗ് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അടുത്ത മണിക്കൂറിൽ, ഈ സെക്കൻഡിൽ നിങ്ങൾക്കിത് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ കൈവെക്കുന്ന ഇടത്ത് നിങ്ങൾ സൗഖ്യമാകും. നിങ്ങൾ ചോദിക്കുന്ന സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. എങ്ങനെയാ ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അതിശയം തോന്നുമാറ് ഭയങ്കരമായിട്ടത് വെളിപ്പെട്ടു വരും. എന്നാ കാര്യമെന്നറിയാമോ? നിങ്ങൾ ഭാഗമായിരിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയുടേതാണ്. പുതിയ നിയമ ശുശ്രൂഷയുടേതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സൗഖ്യമാകും. നിങ്ങളുടെ നിഴലുകൾ അത്ഭുതങ്ങൾ ചെയ്യും. അത് പുതിയ നിയമ ശുശ്രൂഷയുടെ ഭാഗമാണ്. നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മുടന്തന്മാർ എഴുന്നേൽക്കും. അത് പുതിയ നിയമ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഉറങ്ങി വീണ് കഴുത്തൊടിയുന്നവന്റെ കഴുത്ത് നിവർന്ന് മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് നടക്കും. അത് പുതിയ നിയമ ശുശ്രൂഷയുടെ ഭാഗമാണ്. അത് ഇന്നയാൾക്ക് ഇന്നത് എന്നല്ല, ഇതിനകത്തുള്ളവർക്കെല്ലാം അങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെയാണ് ഭായി, ഇവിടെ ഇങ്ങനെയാണ് ഭായി. ഇത് പുതിയ നിയമ ശുശ്രൂഷയുടെ ശക്തിയാണ്. ഹല്ലേലൂയ. ഞാനാണെ പറയുമായിരിക്കും, ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പം രോഗി സൗഖ്യമാവുമെന്ന്. പക്ഷേ അങ്ങനെ പോലും നീ പറയാതിരിക്കാനാ പോകുന്ന വഴിക്ക് മുടന്തൻ എഴുന്നേറ്റ്. അങ്ങനെ പോലും നീ പറയാതിരിക്കാൻ വേണ്ടിയാ പോകുന്ന വഴിക്ക്. അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ വഴിയിൽ മുടന്തനെ എഴുന്നേൽപ്പിച്ചത്. കാരണം നീ അറിയണം, ഇത് നീ ആയിരിക്കുന്ന ശുശ്രൂഷയുടെ ശക്തിയാണ്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാൻ ശ്രമിക്കാം. ഒന്ന് നോക്കൂ, നിങ്ങൾ വെള്ളമുള്ള ഒരു സ്ഥലത്താണ് ഉള്ളതെങ്കിൽ വെള്ളം പറ്റാതിരിക്കാനല്ലേ നിങ്ങൾ പാടുപെടേണ്ടതുള്ളൂ. വെള്ളം പറ്റിക്കാനോ പറ്റാനോ പാടുപെടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് മുഴുവൻ വെള്ളമാണെങ്കിൽ വെള്ളം പറ്റാതിരിക്കാനല്ലേ നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നിങ്ങളോട് നടക്കാതിരിക്കാൻ വേണ്ടിയേ നിങ്ങൾ പാടുപെടേണ്ടതുള്ളൂ. നടക്കുന്നതിനും ഒരു കുഴപ്പമില്ല. കാരണം ഇതിന്റെ സ്വഭാവമാണ്. ഇതിന്റെ സോളിലുണ്ട്, ഇതിന്റെ ആത്മാവിലുണ്ട്. ഇത് സംഭവിച്ചേ പറ്റൂ. കാരണം ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും ശുശ്രൂഷ. കൈയടിച്ചോ, വിളിച്ചോ, കർത്താവേ എല്ലാവരിലും വെളിപ്പെട്ടു വരട്ടെ. എല്ലാവരും വെളിപ്പെട്ട് വരട്ടെ. സ്തുതിച്ചോ. എല്ലാവരും വെളിപ്പെട്ട് വരട്ടെ. എല്ലാവരിലും ഇത് വെളിപ്പെട്ട് വരട്ടെ. ആബാലവൃദ്ധ എല്ലാവരുടെ മേലും വെളിപ്പെട്ട് വരട്ടെ. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ നാവിൽ പോലും ഇത് വെളിപ്പെട്ട് വരട്ടെ. കുഞ്ഞുങ്ങൾ ദർശനങ്ങൾ കാണട്ടെ. സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്റെ മേലും. Into all flesh I will send my spirit. സകല ജഡത്തിന്റെ മേലും. പുതിയ നിയമ ശുശ്രൂഷയെ മാത്രമേ സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരലുള്ളൂ. ഒരാളെയും വിടത്തില്ല. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. കണ്ടോ? ഇതിന്റെ സ്വഭാവം എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവ് ആണ്.
ഈ അഭിഷേകത്തിന്റെ സ്വഭാവം എല്ലാരെയും ഉൾപ്പെടുത്തുന്നതാണ്. കുറച്ചുപേരെ മാറ്റി നിർത്തി, കുറച്ച് അല്ലല്ലല്ല. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു, അവരിൽ എല്ലാവരുടെ മേലും പതിഞ്ഞു. പറഞ്ഞേ അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു, അവരിൽ എല്ലാവരുടെ മേലും പതിഞ്ഞു. എല്ലാവരെയും ഇതിനകത്തോട്ട് കയറ്റി നിർത്തുകയാണ്. എല്ലാവരെയും ഇതിനകത്തേക്ക് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അന്ന് പുരോഹിതന്റെ മേൽ, വേറൊരു പ്രവാചകന്റെ മേൽ, മറ്റൊരു രാജാവിന്റെ മേൽ മാത്രം പകർന്നതിനെ നോക്കി യോവേൽ പ്രവചിക്കുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും. നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും. നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം നിങ്ങളോട് അറിയിക്കും. വൻകരകളിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യില്ല. ചെയ്യാൻ പോകുന്നതെല്ലാം നിങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊരു സ്വഭാവമുണ്ട്, അതെല്ലാവരും ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഇതിനകത്ത് വിളിച്ചു വരുത്തും. എല്ലാവരുടെ മേലും അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി. അങ്ങനെ എഴുതി, അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി. ഒന്ന് പറഞ്ഞു, അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി. തേജസ്സിന്മേൽ തേജസ്, കൃപയ്ക്കുമേൽ കൃപ, ഗ്ലോറി ടു ഗ്ലോറി. അതിമഹത്തായ തേജസ്സിന്റെ മുമ്പിൽ തേജസ് ഒന്നുമല്ലാതായി പോയി. നിങ്ങളെ പിക്ചർ ഒന്ന് കാണുക. ഒരുപാട് കാര്യങ്ങൾ അരങ്ങൊഴിയാൻ പോകുന്നു. എന്താണ് അരങ്ങൊഴിയുന്നത്? 10 വാട്ടിന്റെയും 15 വാട്ടിന്റെയും ഒക്കെ ലൈറ്റുകൾ അരങ്ങൊഴിയും. അവിടേക്കെല്ലാം ആളെ ആവശ്യമുണ്ട്. അവിടേക്കെല്ലാം ആളെ ആവശ്യമുണ്ട്. അവരെല്ലാം നിന്ന സ്റ്റേജുകളിലേക്കെല്ലാം ആളെ ആവശ്യമുണ്ട്. അവരെല്ലാം പ്രസംഗിച്ച വേദികളിലേക്ക് ആളെ ആവശ്യമുണ്ട്. അവര് പറഞ്ഞു പഠിപ്പിച്ച ജനത്തിന് വലിയ രക്ഷ ആവശ്യമുണ്ട്. എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടണം. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. യോഹന്നാൻ അന്വേഷിച്ചു വന്നു, ഈശോയെ വരാനുള്ളവൻ നീയാണോ, അതോ ഞങ്ങൾ മറ്റൊരു വേണ്ടി കാത്തിരിക്കണം? ഈശോയുടെ മറുപടി എന്താണ്? കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് പോയി അറിയിക്കുക. പുതിയ നിയമ ശുശ്രൂഷയിൽ ഇത് രണ്ടും ഉണ്ടാവും. കേൾക്കാനും ഉണ്ടാവും, കാണാനും ഉണ്ടാവും. ഇപ്പൊ കുറെ നാളായിട്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം കേൾക്കാനേ ഉള്ളൂ. 2 മണിക്കൂർ നമ്മൾ കേട്ടിട്ട് പോരുക. ഒന്നും ശരീരത്തെ വെളിപ്പെട്ട് കാണുന്നില്ല. പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത അതാണ്. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് പോയി യോഹന്നാനെ അറിയിക്കുക. അവന്റെ ഉള്ളിൽ ദൈവരാജ്യം ഉണ്ടെങ്കിൽ അവന് മനസ്സിലാവും ഈ നടക്കുന്ന എന്നാണ്. ദൈവരാജ്യം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവന് മനസ്സിലാകും ഈ നടക്കുന്ന എന്താന്ന്. എന്നാ? കേൾക്കാനുമുണ്ട്, കാണാനുമുണ്ട്. പറഞ്ഞോ, കേൾക്കാനുമുണ്ട്, കാണാൻ. ഉച്ചത്തിൽ പറഞ്ഞോ, കേൾക്കാനുമുണ്ട്, കാണാൻ. ഒന്നുകൂടെ പറഞ്ഞോ, കേൾക്കാനുമുണ്ട്. കേൾക്കാനും കാണാനും നിന്റെ ജീവിതത്തിൽ ദൈവം അവസരം തരികയാണ്. ഇപ്പൊ പുറകിൽ ആ കൈ അടിച്ച ആ ചേച്ചിയുടെ പേരെന്നാ? പേരെന്നാ? ഗ്ലാഡിസ്. എഴുന്നേറ്റ് നിൽക്കേ. ഗ്ലാഡിസേ, നിന്റെ ജീവിതത്തിൽ കേൾക്കാനും കാണാനും ഉണ്ടാവുക. അണ്ടേ, ഗ്ലാഡിസ് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്ന അവിടെ. അടുത്ത 2 മിനിറ്റിനകത്ത് നിന്റെ വലത്തെ തോള് മുതൽ ഈ ഒരു വശം മുഴുവൻ ഒരു വീക്ക്നെസ് ഉണ്ട്. അതിപ്പോ അഴിഞ്ഞു പോകും. ഞാൻ പറഞ്ഞ ഉള്ളതാണോ? ഉള്ളതാണെ കൈ ഉയർത്ത്. ഉള്ളതാ. ഇന്ന് വൈകുന്നേരം 4:30 അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ അല്ലേ? 4:30 ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണോ?
ബ്രദർ അറിയുന്നതാണ്. അമ്മയാ ഗ്ലാഡിസ്, നിങ്ങളുടെ ഇടത്തെ ഇടുപ്പിന് തകരാറുണ്ട്, അത് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഓ, അതിഭയങ്കരമായിട്ട് കർത്താവിന്റെ മഹത്വം ആ മകൾ നിൽക്കുന്നിടത്തോട് വ്യാപിക്കുകയാണ്. എന്നെ പിടിച്ചോണേ. ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഹീലിംഗ്. അവരുടെ ഹിപ്പ് മുഴുവൻ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഓൾ ഹിപ്പ് റെസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുക. ഇയാൾ പോയി പ്രാർത്ഥിക്കണം. ആ അമ്മയുടെ ഹിപ്പിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. L3 മൈനർ ക്രാക്കുകളെ കർത്താവ് പരിഹരിച്ചുകൊണ്ടിരിക്കുക. എക്സാക്ട്ലി അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. മകളുടെ കുട്ടാ ഇടത്ത ഇടുപ്പിലാണ് ആ സൗഖ്യം നടക്കുന്നത്. മോനെ എടാ, ഇടത്ത ഇടുപ്പിൽ ആ സൗഖ്യം നടക്കുന്നത്. ലെഫ്റ്റ് സൈഡ്, നോട്ട് റൈറ്റ് സൈഡ്, കം ടു ദ ലെഫ്റ്റ് സൈഡ്. ഇടത്ത ഇടുപ്പിലാണ് സൗഖ്യം നടക്കുന്നത്. അവരുടെ ആ ഹിപ്പില്, ഇടുപ്പ് എന്നല്ലേ ഇവിടെ പറയുന്നത്, എന്താ പറയുന്നത്, ഇടുപ്പ, ലെഫ്റ്റ് ഹിപ്പിലാണ് സൗഖ്യം നടക്കുന്നത്. ഭയങ്കര ഷാർപ്പായിട്ട് അവിടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. മിനിറ്റുകളിലേക്ക് നീളത്തില്ല, സെക്കൻഡുകൾക്കകത്ത് സൗഖ്യം പൂർണ്ണമാവും. ഓടിത്തുള്ളിച്ചാടി കർത്താവിനെ നീ സ്തുതിക്കാൻ പോവാ. അതിനുവേണ്ടി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ആ മകൾക്ക് മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇത് ഗ്ലോറി ടു ഗ്ലോറിയാണ്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കാണ്. നീ ഇന്ന് വരെ ചിന്തിച്ചു വെച്ചതുപോലെയല്ല. നീ ചിലപ്പോൾ നിന്നെ നോക്കിയിട്ട് പറയാൻ, ഓ ഞാൻ താഴോട്ട് പോകാൻ തോന്നുന്നു, താഴോട്ട് നിനക്ക് പോകാൻ പറ്റുകയില്ല. അല്ലെ നീ വല്ല പഴയ നിയമം പ്രസംഗിച്ച് പഴയ നിയമത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. വേറെ ഒരു കാരണത്താലും പാപം കൊണ്ട് പോലും നിനക്ക് താഴോട്ട് പോകാൻ പറ്റില്ല. കാരണം പാപത്തിനവിടെ പരിഹാരമായി. നിന്റെ ജീവിതത്തിലെ ഒരു ബലഹീനതയുടെ പേരിൽ പോലും നിനക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല, താഴോട്ട് പോകാൻ പറ്റില്ല. യു കാൺ ഗോ ബാക്ക്. നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നിനക്കൊരു തിരിച്ചു പോക്കില്ല. നീ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. ആളിക്കത്തി അധികം ശോഭയോടെ, അധികം ശോഭയോടെ. ഓ, ഞാൻ 22 രാജ്യങ്ങളിൽ പോയി, തീരുമാനിക്കുമെന്ന് പറയരുത്. ഇനിയും കിടക്കുക 150 രാജ്യങ്ങൾ. ഓ, ഞാൻ 32 രാജ്യങ്ങളിൽ പോയി, തീർന്നു എന്ന് തോന്നുന്നു. അങ്ങനല്ല. നിന്റെ അകത്തിട്ടിരിക്കുന്ന ആ വെളിച്ചം എത്ര കത്തിച്ചാലും തീരില്ല. കത്തി പടരും. അതതിന്റെ സ്വഭാവമാണ്. പറഞ്ഞു, നീ അനൗൺസ് ചെയ്തോ ഹീലിംഗ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞോ. ചേച്ചിയോട് പറഞ്ഞു, അവരോട് പറഞ്ഞു ഹീലിംഗ് കംപ്ലീറ്റ് ആയി, എഴുന്നേറ്റ് പരിശോധിച്ചോളാം പറ. കേട്ടില്ല? സുഖമായി. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അങ്ങോട്ട് നടന്നേ. 10 ചുവടി ഇതിനകത്തോടെ നടന്നേ. ഇങ്ങോട്ട് വാ, കാണട്ടെ. എനിക്ക് ഇവിടെ നിന്ന് മോഹം വ്യക്തമായിട്ട് കാണട്ടെ. ആ, സ്വീകരിച്ചോണം എന്നെ ആവശ്യം. ഓ ഈശോയെ, സുഖം തന്നു. ആ, തിരിച്ചു പോകുമ്പോ ഹോസ്പിറ്റലിൽ പോയി വേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇഞ്ചക്ഷൻ എടുക്കണോന്ന് ഇവിടെ ഇരുന്നപ്പോ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. പോകുമ്പോ ഇഞ്ചക്ഷൻ അല്ല, സൗഖ്യം തന്നാ വിടുന്നത്. താവിന്റെ മകളാ കേട്ടോ. വലിയ കൃപയാണ്. ഇതെന്താണെന്നറിയോ? ഇത് പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകതയാണ്. ആരായിക്കോട്ടെ, ആ നിൽക്കുന്ന മനുഷ്യൻ ഒന്നും അറിയണമെന്നില്ല. അവൻ പൊട്ടനായിക്കോട്ടെ, അവന് ഒന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ അസാധാരണമായിട്ട് ഇത് ആത്മാവിന്റെ തലത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കും. ഇത് ആളി കത്തിക്കൊണ്ടിരിക്കും.
ഇത് ഓരോ ദിവസം ചെല്ലും തോറും നിന്നെ പരുവപ്പെടുത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇത് കുറവ് തീർക്കുന്ന ശുശ്രൂഷയാണ്. എൻ്റെ കുറവെല്ലാം മാറിയിട്ട് ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങാമെന്ന് ചിന്തിക്കരുത്. തിര കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുമോ? പറഞ്ഞേ, തിര കഴിഞ്ഞിട്ട് കുളിക്കാൻ നടക്കുവോ? കുളിക്കാനുള്ള ടർക്കിയൊക്കെ ആയിട്ട് കോവളം ബീച്ചിൽ വന്ന് നിൽക്കുക, എന്നിട്ട് പറയുക തിരയൊന്ന് കഴിഞ്ഞായിരുന്നെ കുളിക്കായിരുന്നു. തിര കഴിഞ്ഞിട്ട് കുളി നടക്കുവോ? ഇതുപോലെയാണ്. എൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യാം. അത് മാറത്തുമില്ല, നീ ചെയ്യത്തുമില്ല. ഇതുമായിട്ട് നീ ഇറങ്ങ്. അതേന്നെ, അവരൊക്കെ തുടങ്ങിയപ്പോൾ പിന്മാറ്റക്കാരും ഒളിച്ചോട്ടക്കാരും ഉപേക്ഷിച്ചിട്ട് പോയവരും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇയാളുടെ കൂടെയുള്ള യാത്ര അതവരെ പരുവപ്പെടുത്തി. അതാ പറയുന്നത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന നീ അവന്റെ കൂടെ നടക്കുമ്പോൾ നീ അറിയാതെ തികഞ്ഞവനായിക്കൊണ്ടിരിക്കും. നിന്റെ എലക്കൻസിയും എല്ലാം അവനാണ്. വിനോദ് ബ്രദറെ, ഈ മേപ്പൂക്കട ഈ മലയൻകീഴ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു വലിയ സ്പിരിച്വൽ മാൻഡിൽ നിൽപ്പുണ്ട്. ഞാൻ പറയട്ടെ. ശാന്തം, ഞാൻ പറയട്ടെ. ഒരു വലിയ സ്പിരിച്വൽ മാൻഡിൽ നിൽപ്പുണ്ട്. പക്ഷെ ഇതുവരെയും ആരും ആ സ്പിരിച്വൽ മാൻഡിലിനെ അതിൻ്റെ ഡയറക്ഷനിൽ തിരിച്ചു വിട്ടിട്ടില്ല. പലരും അതിന് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഗ്രൂപ്പിന് കഴിഞ്ഞാൽ അവരുടെ കാലമാണ് ഇനി ഇവിടെ. അതാണ് ഞാൻ പറയുന്നത്. ഇതൊരു സ്പിരിച്വൽ മാൻഡിലാണ്. ഇതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല ഞാൻ ഈ പറയുന്ന ഭാഷ. എല്ലാവരും മനസ്സിലാക്കണമെന്നുമില്ല. ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഒരു സ്പിരിച്വൽ മാൻഡിൽ നിൽപ്പുണ്ട്. കെട്ടിക്കിടക്കുന്ന ഒരു ഡാം കാണുക, നെയ്യാർ ഡാം കാണുക. നിങ്ങൾ അതിലേക്ക് പോയി ഒരു ദ്വാരമിട്ടാൽ എന്ത് സംഭവിക്കും? ആ കെട്ടിക്കിടന്ന എത്ര വർഷങ്ങളായിട്ട് കെട്ടിക്കിടന്ന എല്ലാം കൂടെ ഇരച്ചു കെട്ടിയ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് ഇവിടെ സംഭവിക്കണം. ആ ഒഴുക്ക് സംഭവിപ്പിക്കാൻ ഈ ചെറുപ്പക്കാരിലൂടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പ്ലാനുണ്ട്. അതിൻ്റെ അകത്ത് സംശയം വേണ്ട. ഒറ്റ തീരുമാനം എടുക്കുക, തീക്ഷ്ണമായ ഒരു തീരുമാനം. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ പുതിയ നിയമം പ്രസംഗിക്കുള്ളൂ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ ആഴം മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് മരണ ശുശ്രൂഷ വേണ്ട, എനിക്ക് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ മതി. എനിക്ക് കല്ലിൽ അക്ഷരമായി കൊത്തിയത് വേണ്ട, ആത്മാവിൽ ഹൃദയത്തിൽ എഴുതിയത് മതി. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിക്കുന്നവരുടെ മേൽ ഒരു മാൻഡിൽ ഇന്ന് രാത്രി തുറക്കപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല, ഇത് പറയാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ മേൽ ഒരു മാൻഡിൽ തുറക്കപ്പെടുന്നുണ്ട്. അവരെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. സമയമായി സഹോദരങ്ങളെ, നിങ്ങളെ എന്നെയും പരിധിയില്ലാതെ കർത്താവ് ഉപയോഗിക്കുന്ന സമയങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടി ആരുടെ അടുത്ത് നിങ്ങൾ ഇനി ഓടണ്ട. നീ പുതിയ നിയമത്തിന് ഒരു വചനം നീ വായിക്ക്. അതിന് അടിവര ഇടുമ്പോൾ ഒരു വിരലെടുത്ത് നിന്റെ രോഗത്തിന്മേൽ കൈവെക്ക്. അവിടെ നിങ്ങോട്ടൊരു ശക്തി കയറും. ഞാൻ വെറും വാക്ക് പറയല്ല. എത്ര പേര് അതിൻ്റെ അകത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. എത്ര പേര് ഇതിൻ്റെ അകത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചോ, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ കൽപ്പിച്ചോ. ഇത് വേറെ എവിടുന്നോ അധികാരം ഇറക്കുമതി ഒന്നും ചെയ്യണ്ട. നിങ്ങളിൽ ഇരിപ്പുണ്ടെന്നേ നിങ്ങൾ കൽപ്പിച്ചോ, സംഭവിക്കും. ഇപ്പോൾ അതിന്ന് അഴിയും, അതിന്ന് ഒഴിഞ്ഞു പോകും. നിന്നെ
അതിന്ന് നിന്നെ വിട്ടുപോകും. ആ രോഗവുമായി തിരിച്ചു പോണ്ട. അതിന്ന് വേരോടെ പറയും. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് നീ ഒന്ന് കൈവച്ചേ, നിന്റെ മേലൊന്ന് കൈവച്ചേ, നിന്നോട് തന്നെ ഒന്ന് കൽപ്പിച്ചേ, യേശുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ സൗഖ്യമാകുന്നു എന്ന് പറ. രോഗബന്ധനമേ ഒഴിഞ്ഞു പോന്ന് പറ. എന്റെ മേലിൽ നിന്ന് കെട്ടുകെട്ടിക്കൊള്ളാൻ പറ. എന്റെ മേൽ അധികാരമില്ലെന്ന് പറ. എന്റെ ശരീരം രോഗവിമുക്തമായ ശരീരമാണെന്ന് പറ. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങനെയാന്ന് പറ. ദീർഘായുസ് കൊണ്ട് എന്നെ കർത്താവ് തൃപ്തി വരുത്തിയിരിക്കുക എന്ന് പറ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങോട്ട് വെളിപ്പെട്ട് വരട്ടെ. ഓ എന്റെ ദൈവമേ, മാനിഫെസ്റ്റ് ചെയ്യണമേ, മാനിഫെസ്റ്റ് ചെയ്യണമേ, മാനിഫെസ്റ്റ് ചെയ്യണമേ. ഇപ്പോൾ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യണമേ. ശരീരങ്ങളിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യണമേ. മനസ്സുകളിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞോ, കർത്താവേ. ഓ ആ സഹോദരന്മാരുടെ ആ പുറകിലെ നിരയിൽ ഒരുപാട് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആ നരച്ച താടിയുള്ള ആ മനുഷ്യൻ അവിടെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തെ സജീവ് ബ്രദർ അദ്ദേഹത്തെ വിളിച്ച്. സജീവല്ലേ അത്? പഴയ സജീവല്ലേ അത്? സുഖാണോ കൂട്ടാ നിനക്ക്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിന്നെ കാണുന്നത്? എത്ര വർഷമായി കാണുന്നത്? 8 വർഷം. പ്രയോജനപ്പെടുന്നു അല്ലേ? ആമേൻ. ചേട്ടൻ ഇരിക്കില്ലേ? ചേട്ടനോടല്ല ഞാൻ സംസാരിച്ചു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ചേട്ടാ സൗഖ്യമാകുക ചേട്ടാ. വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ചേട്ടാ. ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ലല്ലോ, സാരമില്ല ചേട്ടാ. ചേട്ടൻ സൗഖ്യമാകുന്നുണ്ട്. അവര് വിളിച്ചോണ്ട് വന്നാ ചേട്ടനെ. അവര് പറഞ്ഞ വന്നേ, എന്നാ പോകുന്ന വഴിക്ക് ആ നട്ടലിന് സൗഖ്യം കൂടെ പ്രാപിച്ചോണ്ട് പോക്കൂ. ആ വലത്തെ വശത്തോടൊന്ന് കൈവച്ചേ. അവിടെ തന്നെ കല്ല് ഉയർത്തി, കല്ല് കെട്ടി ജോലി ചെയ്യുന്നിടത്ത് വെച്ച് സംഭവിച്ച ഒരു പ്രശ്ന നിമിത്തമാണ് ഈ വലത്തെ ഇടുപ്പിന് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. അല്ലേ തന്നെ? ഒറ്റ കാര്യം ഇപ്പൊ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ചേട്ടനിപ്പൊ സൗഖ്യമാവുക. ഈ നിമിഷത്തിൽ ചേട്ടൻ സൗഖ്യമാവുക. എന്നാ ഞാൻ പറയാൻ കാര്യം എന്നറിയാം? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ ശക്തി ചേട്ടന്റെ തൊട്ടടുത്ത് വന്ന് നിപ്പുണ്ട്. കരയല്ലേ, വിളിച്ചോ. യേശുവേ എന്ന് ഹൃദയം തുറന്ന് വിളിച്ചോ. ഹിന്ദുവോ മുസ്ലിമോ അതൊക്കെ മനുഷ്യന്റെ, അതൊക്കെ കൈയിരിക്കണ്ടേ. അത് ചേട്ടന് ഞങ്ങളെ അറിയാൻ മേലാഞ്ഞിട്ട് ഞങ്ങൾ ഏത് കേസും പിടിക്കും. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഒരു മുസ്ലിയാർ പ്രാർത്ഥിക്കാൻ വന്നു. അയാൾ ചോദിച്ചു, ഞാൻ മതം മാറാതെ യേശു എന്നെ ആക്കുമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മതം മാറിയാലാ നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുകയല്ലാത്ത. ഇപ്പൊ തന്നെ ചേട്ടന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. സകല ജഡം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഹിന്ദു ഇല്ലേ? അതിൻ്റെ അകത്ത് മുസ്ലിം ഇല്ലേ? ഇത് ഇൻക്ലൂസീവ് ആണ്, ഇത് എക്സ്ക്ലൂസീവ് അല്ല. ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കാനാണ് 2000 കൊല്ലമായിട്ട് മതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിർവരമ്പുകളെ കെട്ടിവെച്ച് ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടേതല്ല. വേണ്ട ചേച്ചി സൗഖ്യമാണ്. എഴുന്നേറ്റ് ചേച്ചി. ഈ തലയുടെ ഈ സൈഡിൽ ഒരു വേദന അല്ലേ? പറഞ്ഞേ ഇടയ്ക്കിടയ്ക്കുണ്ടാവും. സൗഖ്യമോ വിരോധം ഉണ്ടാവും? വിരോധം ഉണ്ടെങ്കിൽ ചേച്ചി സൗഖ്യമാവും. സൗഖ്യമാവും. ഭയങ്കര വിശ്വാസം. ചേച്ചിയുടെ വിശ്വാസം ഭയങ്കരം. ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ശക്തമായിട്ട് ചേച്ചി യേശു സ്പർശിക്കും. ഇത് ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമാണ്. അതുപോലെ നിന്നെ ഈ വേദന ഭയപ്പെടുത്തിയല്ലേ?
സൗഖ്യം അയക്കാം. ഇത് പുതിയ നിയമ ശുശ്രൂഷ ഒന്ന് വിശ്വസിക്കാൻ. ഞാനിന്ന് അവിടെ നിൽക്കണം തീരുമാനിച്ചതാണ്, സമ്മതിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഒന്ന് വിശ്വസിക്കുക. ഇത് അതിമഹത്തായ തേജസ്സിന്റെ ശുശ്രൂഷയാണ്. നിന്നെ പരുവപ്പെടുത്തുക മാത്രമല്ല, നിന്നെ എനിക്ക് നിങ്ങളെ അറിയാവുന്നതാണ്, പക്ഷെ നിങ്ങൾ സൗഖ്യമാകുന്നു. എണീറ്റ്. എനിക്ക് നിങ്ങളെ എത്രയോ വർഷങ്ങൾ കൊണ്ട് അറിയാം, പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയാൻ എന്നെ കർത്താവ് നിയോഗിക്കുന്നോടാ ഞാൻ പറയും. ഇങ്ങനെ ഈ വശത്ത് ഇങ്ങനെ ഒന്ന് കൈ ഓടിച്ച് ആ വലത്തെ സൈഡ്, അവിടെ എന്നാ പറ്റിയതാ? ഈ ചെവിയുടെ അടിയുന്നല്ലേ? ഇവിടെ ഒരു തടുപ്പിരിപ്പില്ലേ? ഒരു തടുപ്പ് പിടിച്ചോ, അതോട്ട് പിടിച്ചോ. ശാന്തമായിട്ട് അവിടെ നിന്നാ മതി. ഒരു ടച്ച് ഇപ്പൊ ഉണ്ടാവും. അവർക്ക് സ്പർശനം കിട്ടുന്നു. കണ്ടവരടുത്ത് കണ്ടു. ആ ചെവിയുടെ പുറകിൽ ഈശോയുടെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്നു. പിടിച്ചോണേ, പിടിച്ചോണേ, അച്ചൂടെ പിടിച്ചോണേ, അവരെ പിടിച്ചോ. കർത്താവിന്റെ ശക്തി അവരുടെ ശരീരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ജീവന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഈശോ നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. ടച്ച് ഓഫ് ജീസസ്. കർത്താവിന്റെ സ്പർശനം നിനക്ക് ലഭിക്കുക. ജീവന്റെ കൃപ നിനക്ക് ലഭിക്കും. ഈ മകൾ മാത്രമല്ല, ഇവിടെ അനേകം മക്കളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ഇയാൾ പ്രാർത്ഥിച്ചു, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. തുറന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു. പുതിയ നിയമ ശുശ്രൂഷയെ വിശ്വസിക്കാൻ. ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, തേജസ്സിന്മേൽ തേജസ്. ഒന്ന് പറഞ്ഞേ, തേജസ്സിന്മേൽ തേജസ്. ഗ്ലോറി ടു ഗ്ലോറി. പറഞ്ഞേ, ഗ്ലോറി ടു ഗ്ലോറി. ഒന്നുകൂടെ പറഞ്ഞേ, ഗ്ലോറി ടു ഗ്ലോറി. തേജസ്സിന്മേൽ തേജസ്. ഇനിയും പറഞ്ഞേ, തേജസ്സിന്മേൽ തേജസ്. അതെ, എന്നിട്ട് പറയാ, അതെ, അതിമഹത്തായ ഈ തേജസ് നിമിത്തം, അതിമഹത്തായ ഈ തേജസ് നിമിത്തം. ഈ തേജസ്സിനെ എങ്ങനെ വിളിക്കുന്നത് നോക്കിയേ. അതിമഹത്തായ ഈ തേജസ് നിമിത്തം. പറ, നീ പറ. തടിക്കാരാ, നീ പറയടാ, വാ തുറന്ന് പറ. പറഞ്ഞോ. നിന്റെ ലൈഫിൽ ഇത് കേറിക്കൊണ്ടിരിക്കുക. പറഞ്ഞോ. അതിമഹത്തായ ഈ തേജസ് നിമിത്തം. എടുത്തു പറയാ, ദിസ് പർട്ടിക്കുലർ ഗ്ലോറി വിച്ച് ഇസ് ഗ്ലോറിയസ്. ഹല്ലേലൂയ. അതിമഹത്തായ ഈ തേജസ് നിമിത്തം. ഈ തേജസ് എടുത്തു പറഞ്ഞേ, ഈ തേജസ്. അതിമഹത്തായ ഈ തേജസ് നിമിത്തം. അതിമഹത്തായ ഈ തേജസ് എന്റെ മേൽ അടിക്കട്ടെ. അടിച്ചാ പോരാ, എന്നിലങ്ങ് നിലനിൽക്കട്ടെ. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. അതിമഹത്തായ ഈ തേജസ്. എല്ലാരും പറ, അതിമഹത്തായ ഈ തേജസ്. അർത്തിച്ചോടാ. നീ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരിക്കും, സാരമില്ല, പക്ഷെ നീ പ്രാർത്ഥിച്ചു. അതിമഹത്തായ ഈ തേജസ് നിമിത്തം. ഇത് പുതിയ നിയമത്തിന്റെ ഗ്ലോറിയ. ഇത് പുതിയ നിയമത്തിന്റെ ഗ്ലോറിയ. ഇത് പുതിയ നിയമത്തിന്റെ ഗ്ലോറിയ. പുതിയ ഉടമ്പടിയുടെ ശക്തിയാണ്. ഇതിനകത്ത് ഭയങ്കര പവറാണ്. ഇത് അറിയുന്നവൻ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ആകെ ഒരു യൂട്ടേൺ എടുക്കും ജീവിതത്തില്. ഹല്ലേലൂയ. ആകെ ഒരു തിരിഞ്ഞു മറിയും ജീവിതത്തെ. കാരണം ഇത് അതിമഹത്തായ തേജസ്സിൻ്റെതാണ്. ഒന്ന് പറഞ്ഞോ, അതിമഹത്തായ തേജസ്സിൻ്റെതാണ്. ആ നീല സാരി ഉടുത്ത ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ അരുണ, നിന്റെ ഭാര്യയോട് പറയണം, അവിടെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറ. ഒരു സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഒരു നിലവിളി ഉയരുവേ, പേടിക്കരുത്. അവർ ഹീലായിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഹീലിംഗ് അവരുടെ ഉദരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. സാധാരണ സൗഖ്യമല്ല അവർക്ക് ലഭിക്കുന്നത്. ഭയങ്കര ഹീലിംഗിലേക്ക് അവരെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുക. അതിമഹത്തായ തേജസ്.
പറഞ്ഞു അതിമഹത്തായ തേജസ്. എല്ലാരും പറഞ്ഞു അതിമഹത്തായ തേജസ്, അതിമഹത്തായ തേജസ്. അതിമഹത്തായ തേജസ് നിമിത്തം അത് വന്നപ്പം അത് വന്നപ്പോൾ ഇതായിരുന്നു വലിയത്, ഇതായിരുന്നു കാലഘട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് വന്നപ്പം ഇതാ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത്. ഇത് വരുമ്പോ സ്ഥിതി മാറുമാണ്. ഇത് വരുമ്പോ സ്ഥിതി മാറും. അയാളുടെ കയ്യെ പിടിച്ച് നീ പ്രാർത്ഥിച്ചു. ഇത് വരുമ്പോ നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിതി മാറും, നിങ്ങളുടെ ഭവനത്തിലെ സ്ഥിതി മാറും. ഓട്ടസഞ്ചി പോലുള്ള നിന്റെ കീശയിൽ സമ്പത്ത് തിരികെ വരും. എന്നാ ചെയ്താലും 3 മാസത്തിനപ്പുറത്ത് തുടരാൻ കഴിയാത്ത നിന്റെ അവസ്ഥക്കകത്തേക്ക് കർത്താവ് പ്രവേശിക്കുക. ഒരു കരൾ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. എനിക്കങ്ങനെ ബോധ്യം കിട്ടുന്നു. നിനക്ക് കരൾ രോഗം ഉണ്ടോ? അവിടെ എഴുന്നേറ്റ് എണീറ്റു. ഓ, നിന്റെ പേരെന്ന് ദീപു. നിന്നെ അടിപൊളി കർത്താവ് ഒന്ന് സുഖപ്പെടുത്തുക. നീ ഒന്ന് വിശ്വസിക്കുക. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെല്ലാം കർത്താവ് നിനക്ക് തിരിച്ചു തരിക. ഒരുപാട് വർഷങ്ങൾ എല്ലാം മറന്ന് നീ ജീവിതത്തെ മുടിച്ചു, ആഘോഷിച്ചു. കൂട്ടുകെട്ട്, ആ ബുള്ളറ്റ് നടക്കുന്നവ മുതൽ ഇങ്ങോട്ട് കൂട്ടുകാര് നിന്നെ കൊണ്ടു നടന്ന് ഉപയോഗിച്ചു. നന്നായിട്ട് അവർ നിന്നെ വിനിയോഗിച്ചു. നിന്റെ പണവും നിന്റെ ആരോഗ്യവും നിന്റെ സമാധാനവും എല്ലാം അവർ നിന്നിൽ നിന്ന് കൂട്ടുകാർക്ക് വേണ്ടി അങ്ങ് ചാകാൻ നടക്കുക. സമയമായിക്കോട്ടെ. ഈശോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം കൊണ്ട് അവൻ നിന്നെ വാരിപ്പുണരുന്നു. നിന്നെ രക്ഷിക്കാനായിരുന്ന കർത്താവിന്റെ പദ്ധതി. നിന്നെ രക്ഷിക്കാൻ ഈ ഒരു ഘട്ടത്തിലെങ്കിലും നീ തിരിച്ചറിയുക. 249 നിൽക്കുന്ന നിന്റെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഉള്ളതിനെ ഇതാ 112 കർത്താവ് താഴെ കൊണ്ടുവരും. ഇപ്പൊ തന്നെ നന്നായിട്ട് ഹൃദയം ഒരുങ്ങി പ്രാർത്ഥിച്ചു. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾ കുടുംബമായിട്ട് വന്നു ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും ഈ മക്കളുടെ നേരെ ഒന്ന് കൈ നീട്ടുകേ. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ. ഈ കുഞ്ഞിന്റെ കണ്ണീരിനെ അവിടുന്ന് കാണണമേ. കണ്ണീർ കയത്തിൽ നിന്ന് ഈ കുടുംബത്തെ രക്ഷിക്കണമേ. ഇവരൊരുപാട് ട്രൈ ചെയ്ത് ഇവരുടെ ജീവിതത്തിൽ ഈ മകന്റെ കൂടെ ജീവിതം തുടങ്ങിയ പിന്നെ ഇവളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ബന്ധുക്കൾ പോലും നഷ്ടപ്പെട്ടു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വലിയ പ്രതീക്ഷയോടെ ഇവൾ ഇറങ്ങി വന്നിട്ട് ഇവൾ ഇന്ന് അനുഭവിക്കുന്ന തകർച്ചകൾ നാഥാ അങ്ങ് കാണുന്നല്ലോ. വിളിച്ചോ. ചരിത്രം മാറുക. നിന്റെ ചരിത്രം മാറുക. നിന്റെ ഭവനത്തിലേക്ക് ഈശോ ഇറങ്ങി വരിക. മകനെ, നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റുക. SPG 273 നിന്ന് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിര്. അഭിഷിക്തന്മാർ വാ, പ്രാർത്ഥിര്. ഈ സൈഡ് വാ, പ്രാർത്ഥിര്. SPG ലെവലിനെ കർത്താവ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ലിവറിനെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ കർത്താവേ. യേശുവിന്റെ സാന്നിധ്യം ഈ മകന്റെ മേൽ ഇറങ്ങിയിരിക്കുന്നതിന് നന്ദി കർത്താവേ. വലിയൊരു തീ ഈ മകന്റെ മേൽ ഇറങ്ങട്ടെ. യേശുവിനായി വിനിയോഗിക്കപ്പെട്ട മകനായി മാറട്ടെ. പരിശുദ്ധാത്മാവേ, വലിയൊരു കരം. പെട്ടെന്ന് കർത്താവിനെ കാണിച്ചു. ഇവന്റെ കരളിനെ ഞാൻ സ്പർശിക്കുക. അതാ ഞാൻ പെട്ടെന്ന് വിളിച്ചേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇവനെ കണ്ടിട്ടില്ല. ഇവനിങ്ങനെയൊന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്നവരല്ല. ഇവരെങ്ങനെ ഇവിടെ വന്നേ ചോദിച്ചേ. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നേ?
ആര് പറഞ്ഞിട്ട് ഇവിടെ വന്നു? നന്ദു ആരാണ്? നിങ്ങളുടെ അനിയനാ. ഇനി കൃപ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുക. ഈ കുഞ്ഞു പെണ്ണിന്റെ കണ്ണീരിനെ കർത്താവ് പരിഹാരം ഉണ്ടാക്കുക. അവന്റെ പേരെന്നാ? എന്തിനാ കരയുന്നേ? അമ്മ കരഞ്ഞോട്ടാണ് കരയുന്നത്. ഈശോയുടെ മോളാട്ടാ. നീ വിശ്വസിക്കും. എന്നൊരു പുതിയ തീരുമാനം എടുക്കണം കേട്ടോ. ഒരു ശനിയാഴ്ച പോലും ഇനി പ്രാർത്ഥന ഇവിടെ മുടക്കരുത് കേട്ടോ. എന്നാ തിരക്കുണ്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള ഇടപാടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. നീ എന്നെ മുഖത്ത് നോക്കാം. തടിക്കാരൻ എന്നെ നോക്ക്. ഇന്നൊരു തീരുമാനം എടുക്കണം. ഇന്ന് ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കും. അതിൻ്റെ സമയമാണ്. ഇനി വിട്ടുവീഴ്ച ചെയ്യരുത്. ഇനി ഒളിച്ച് നടക്കരുത്. ഈ കർത്താവ് ഇന്ന് നിന്നെ തേടി കണ്ടുപിടിച്ചില്ല. ഇനി കൂട്ടുകാർക്ക് വേണ്ടിയല്ല, കർത്താവിനും മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും വേണ്ടി ജീവിക്കും. ഇനി ആഴ്ചകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അങ്ങനെയുള്ള യാത്രകൾ വേണ്ട. നമുക്കിവിടെ പരിസരത്ത് നിൽക്കാം. ഇത് കൃപയായി മാറട്ടെ. നിന്റെ മേ വചനം ഒന്ന് വ്യാപിക്കട്ടെ. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ ഭവനത്തിലുണ്ട്. ഈശോയുടെ വിളി നിന്റെ ഭവനത്തിലുണ്ട്. വലിയ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. വാ. തുടങ്ങ്. കർത്താവിനെ എന്നെ സ്വീകരിക്കും ഉള്ളത്തിലേക്ക്. അവിടുന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് വിളിച്ചേ. കർത്താവെ ആരാധന, യേശുവെ ആരാധന, പരിശുദ്ധാത്മാവെ അങ്ങേ ആരാധിക്കുന്നു, പിതാവാം ദൈവത്തിന് ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. എന്നാ പറഞ്ഞേ? Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the God of Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാകും ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. ഓ പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു,
പരിശുദ്ധ ത്രിത്വത്തിന് ആരാധന. ലാ 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 ലാ. Tiratina zin tila tindani kamartina zon tina latanaro. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാകും ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആ മകന്റെ ശരീരം മുഴുവൻ കേട്ടോ. ഇന്ന് രാത്രി നേരം വെളുക്കാതെ ഏകദേശം 3-3:30 ശരീരം മുഴുവൻ വെട്ടി വേർക്കും കേട്ടോ. പേടിക്കരുതേ, ഹോസ്പിറ്റലൊന്നും പോകണ്ട കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ആ സമയം കഴിഞ്ഞിട്ട് വേണേ പോയി കുളിച്ചോ. 3-3:30 ശരീരം മുഴുവൻ വെട്ടി വേർക്കും. നാളെ രാവിലെ മുഖത്ത് ഭയങ്കര തേജസ് കാണും. ഞെട്ടരുത്. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം, ഒന്ന് പറഞ്ഞ എത്രയധികം. La na 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 ni. Kamartina zon tina santana ni. Kamartina zon tina sintana ni. Azandalita now bodu satopano. Jata la dana santana ni. Dan 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 tina santana ni. Kamartina zon tina santana ni. Kamartina zon. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാകും Healing നടന്നുകൊണ്ടിരിക്കുക. പാടിക്കോ. ആരാധന, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. പാടിക്കോ, കൈയടിച്ചു പാടിക്കോ. ദൈവത്തിന് ആരാധന, പിതാവാകും ദൈവത്തിന് ആരാധന, പുത്രനാകും യേശുവിന് ആരാധന, ആത്മാവാകും ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. Father God, we worship you. 9 പേര് ഇതിനകത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Jesus, we worship you. 6 പേർ സഹോദരിമാരാണ്, 3 പേർ സഹോദരന്മാരാണ്. പെട്ടെന്ന് സ്വീകരിച്ചോ. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. Da 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 da. Da da na 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 zita na ni. Amartina zin tukum pushutuna. Adilinda nentina santana no. Da da da. Son Jesus, we worship you.
Holy Spirit, God, we worship you. Worship in the holy tree. ഇത് വലിയ കൃപയുടെ സമയമാണ്. അതിമഹത്തായ തേജസ്. Jesus, we worship you. Holy Spirit, God, we worship you. Worship in the God of Trinity. തേജോമയനായ പുത്രനെ പോലെ, തേജോമയനായ പുത്രനെ പോലെ, തേജോമയനായ പുത്രനെ പോലെ. Father God, we worship you. Son Jesus, we worship you. Holy Spirit, God, we worship you. Worshiping the Holy Trinity. നന്നായിട്ട് ഒരുങ്ങിക്കോട്ടെ. നിങ്ങളുടെ ഭവനത്തിലേക്ക് അസാധാരണമായ തരത്തിൽ അവന്റെ ഇടപെടലുകൾ ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. തേജസ്സിന്മേൽ തേജസ്, അതിമഹത്തായ തേജസ്. പറഞ്ഞു സ്വീകരിച്ചു. അതിമഹത്തായ തേജസ്. 6 പ്രാവശ്യം വീട്ടിലേക്ക് വഴി ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ട്, 6 പ്രാവശ്യം വീട്ടിലേക്ക് പോകാൻ ഒരു വഴി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട്, 6 പ്രാവശ്യം വഴി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും വഴി വീട്ടിലേക്ക് പോകാൻ കിട്ടിയിട്ടില്ലാത്ത ഒരു കുടുംബം, ആ മക്കൾ വലിയ വേദനയിലായിരിക്കുന്നു. വഴിയില്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നവർ പറയുന്നു. നീ വചനം കേൾക്കുന്ന സമയത്ത് അതിമഹത്തായ തേജസ്, അതിമഹത്തായ തേജസ് ആ വസ്തുവിനകത്തേക്ക് വഴിവെട്ടുന്നു, 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 വഴിവെട്ടുന്നു. വിശ്വസിക്കുക, വഴിവെട്ടുന്നു. അത് സംഭവിക്കുന്നു. അതിമഹത്തായ തേജസ് വഴി തുറക്കുന്നു. 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 യേശു പറഞ്ഞു, ഞാനാണ് വഴി. ഒരു ഡൗട്ടും വേണ്ട, അതിന്ന് വഴി തുറക്കുന്നു. ഇല്ലാത്തതുണ്ടാകുന്നു. കാരണം നീ ഇപ്പോൾ കടപിടിക്കുന്നത് അതിമഹത്തായ തേജസ്സുമായിട്ടാണ്. നീ ഇപ്പോൾ ബന്ധപ്പെടുന്നത് അതിമഹത്തായ തേജസ്സുമായിട്ടാണ്. ഈ അതിമഹത്തായ തേജസ്സിന് മുമ്പിൽ അടഞ്ഞ വാതിലുകളില്ല. സ്വതവേ തുറക്കുകയാണ് വാതിലുകൾ. ഒന്ന് വിശ്വസിക്കുക. എന്താ ഇയാളുടെ പേര്? അജി, അഞ്ജനി, അഞ്ജനി, ഒന്ന് വിശ്വസിക്കുക. നിനക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും. ഇവരെ നോക്കി അത് പറയാൻ ഇപ്പോൾ കർത്താവ് നിയോഗിക്കുന്നു. അതുകൊണ്ടാണ് എഴുന്നേൽക്കൂ. എന്നോട് ഇത് പറയാൻ കർത്താവ് നിയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിനക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും. ഇല്ല എന്ന് പറഞ്ഞവർ വിളിച്ച ഉണ്ട് എന്ന് പറയും. ലഭിക്കുന്നു. എത്ര മാത്രം അവർക്ക് തടയാൻ കഴിയുമോ അതിലും ശക്തിയോടെ വഴി തുറക്കുന്നവൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്നു. വിളിച്ചോ, എന്റെ കർത്താവേ എന്ന് വിളിച്ചു. വഴി തുറക്കുക, വഴി തുറക്കുക, വഴി തുറക്കുക. എല്ലാവരും മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. കൈ നീട്ടിക്കേ, അങ്ങോട്ട് കൈ നീട്ടി പ്രാർത്ഥിച്ചേ. വഴി തുറക്കുന്നവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ.
വാതിലുകൾ പലതും അടഞ്ഞിട്ടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴി തുറക്കും അവനാഴികളിൽ വരം കൈ പിടിച്ചെന്നെ വഴി നടക്കും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, അവൻ കൂടെ. 2025 നിന്റെ വർഷമാണ്. നീ കർത്താവിനെ ആലയത്തിൽ വന്ന് നന്ദി പറയും. അത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഒരു അസൂയ കണ്ണുകൾക്കും ഒരു ബന്ധുമിത്രാദി ഗണത്തിൽപ്പെട്ട ഒരു അസൂയ കണ്ണുകൾക്കും അതടക്കാൻ കഴിയുകയില്ല. ആഴികളിൽ വഴി തുറക്കുന്നവൻ നിനക്കായി ഇറങ്ങുന്നു. അവൻ 2 പ്രാവശ്യം നിനക്ക് വേണ്ടി വന്ന വഴി തട്ടി മാറ്റിയല്ലേ. നീ അങ്ങ് വിഷമിച്ചു. നീ പറഞ്ഞ എന്റെ കർത്താവേ ഞാൻ എന്ത് ചെയ്യുമെന്ന്. കർത്താവ് നിന്നോട് പറയുന്നു, നീ എന്ത് ചെയ്യുമെന്നല്ല, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നീ കാണുക. വഴി തുറക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്ന് വഴി നടത്തും. വഴി തുറക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്ന് വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നീ വലയുകയോ രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ വലയുകയോ രോഗങ്ങളാൽ നീ വലയുകയോ. അടിപ്പിണരാനവൻ സൗഖ്യം അടിപ്പിണരാനവൻ സൗഖ്യം വചനമായി കരുതും. അവൻ നല്ല ഓഹരി. കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടച്ചു. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടച്ചു. വഴി തുറക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴി തുറക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. പുതിയ ശുശ്രൂഷയെ വാതിലുകൾ പലതും ഒഴുക ഒഴുക അഭിഷേകം. പലതും അടഞ്ഞിടും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ.
പാടിക്കൊണ്ടിരിക്കുക. വഴി തുറക്കും അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും നടന്നിടും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും നടന്നിടും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വഴിയൊരുക്കും വലം കൈ പിടിച്ചെന്നെ വഴിയൊരുക്കും അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനായികളിൽ വലം കൈ ഇവിടെ പല പഠിക്കും. അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. ഓ വഴി തുറക്കും അവനായികളിൽ വാലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴി തുറക്കും. അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴി തുറക്കും അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴി തുറക്കും അവനായികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ നടന്നിടും വാതിലുകൾ തുറക്കുന്നു. വിശ്വസിക്കുക. പുതിയ പുതിയ മേഖലകൾ. വാതിലുകൾ പലതും ഈ അഭിഷിക്തന്മാരെ വീണ്ടും anoint ചെയ്യണമേ. ഹല്ലേലൂയ. യേശുള്ള അധികം തേജസ്സിന്റെ ശുശ്രൂഷയെ ഒരു ശക്തിക്ക് ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരുത്തനെ നിങ്ങൾ കാരാഗ്രഹത്തിലിട്ടാൽ അവൻ അടിത്തറ പൊളിച്ചിറങ്ങി വരും. അത് കയറിയ ആളുടെ മിടുക്കല്ല, ചെയ്യുന്ന ശുശ്രൂഷയുടെ മിടുക്കാണ്. ചെയ്യുന്ന ശുശ്രൂഷയുടെ സാധാരണ ശൈലിയാണ് കാരാഗ്രഹത്തെ പൊളിക്കുക, ഇരുമ്പോടാമ്പലുകളെ തകർക്കുക, താമ്രവാതിലുകളെ ഇടിച്ചു കളയുക, ഇരുമ്പ് വാതിലുകൾ സ്വതവേ തുറക്കുക. നീ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഒരു ഭയങ്കര കവറേജ് ഉണ്ട്. ശുശ്രൂഷയ്ക്ക് ഒരു വലിയ കവറേജ് ഉണ്ട്. മഹാരാജാവിന്റെ സന്ദേശവുമായിട്ട് പോകുന്ന നീ മഹാരാജാവിന്റെ ഭയങ്കര പ്രൊട്ടക്ഷനിലാവുള്ള. നിന്റെ ശുശ്രൂഷയുടെ പരിധികൾ വർദ്ധിക്കുന്ന അനുസരിച്ച് നിന്റെ സംരക്ഷണത്തിന്റെ വേലികൾ വലുതായിക്കൊണ്ടിരിക്കും. സാധാ കോൺസ്റ്റബിളിന് കൊടുക്കുന്ന സംരക്ഷണമല്ല ഒരു ഐജിക്കോ ഒരു DGPക്കോ കൊടുക്കുന്നത്. കാരണം അവർ അതീവ തീവ്രമായ സംരക്ഷണ വലയത്തിലാണ്. ഇതുപോലെ നീ പുതിയ നിയമ ശുശ്രൂഷ ചെയ്യുന്തോറും നിനക്ക് തിരിച്ചടികൾ ഉണ്ടാകുമെന്നല്ല, നിന്റെ സംരക്ഷണ വലയം വലുതായിക്കൊണ്ടിരിക്കും. സമയമായി സഹോദരങ്ങളെ, ഞാൻ എന്തോ പുലമ്പുകയല്ല, വളരെ വ്യക്തമായി ഞാൻ അറിയുന്നു 2025 പുതിയ നിയമത്തിന്റെ സമയമാണ്. പുതിയ നിയമത്തിന്റെ ടൈം ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്. 2025 is the year of New Testament. പുതിയ ഉടമ്പടിയുടെ സമയമാണ്, പുതിയ നിയമത്തിന്റെ സമയമാണ്. ആരെല്ലാം ഇത് കയ്യിലെടുക്കുന്നോ അവനെ എല്ലാം ദൈവം പറത്തും, അവനെ എല്ലാം ദൈവം ശക്തമായിട്ട് വരും. ഇതിനകത്ത് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വന്നോ. ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വന്നോ. ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വന്നു. ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരെല്ലാവരും എഴുന്നേറ്റ്. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. എനിക്കറിയാം നിങ്ങളെല്ലാം കർത്താവ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ നിയമത്തിന്റെ അഭിഷേകമാണ്.
ഈ തരത്തിൽ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുക. ഒരു ഉപരിവിപ്ലവാത്മകവുമായ പ്രതികരണങ്ങളും വേണ്ട. പക്ഷെ നിങ്ങളിൽ നിന്നൊരു ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ഒരു നിക്ഷേപം നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയാണ്. അതിശക്തമായി പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജനറലായിട്ട് ഞാനത് പറയുമ്പോൾ വളരെ പേഴ്സണലായിട്ട് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. നിന്റെ വിളി ഇതാണ്. ഈ മേഖലയിൽ വരാതെ ട്രെയിനിനെ എടുത്ത് വീട്ടുമുറ്റത്ത് വെച്ചിട്ട് എന്താ ഓടാത്തെന്ന് ചോദിച്ചാൽ ട്രെയിൻ പറയും, എനിക്ക് ഓടാൻ ഒരു ട്രാക്ക് വേണം. ഇതുപോലെയാണ് നിന്റെ ശുശ്രൂഷ മുന്നോട്ട് ചലിക്കാനുള്ള ട്രാക്ക്. ഇതാണ്. ഒരു ഭയങ്കര പകർച്ച നിന്നിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ പകർച്ച നിന്നിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു ജ്വലിപ്പിക്കുന്ന തീയാക്കി നിന്നെ മാറ്റുന്നു. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനാക്കാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്നു. Touch them, Lord. Fill them, Lord. Right now, send your Holy Ghost. Anoint them. Anoint them powerfully. ശക്തമായ അഭിഷേകം ചെയ്യണമേ. ശക്തമായ അഭിഷേകം ചെയ്യണമേ. ശക്തമായ അഭിഷേകം ചെയ്യണമേ. ശക്തമായ അഭിഷേകം ചെയ്യണമേ. അതിശക്തമായ അഭിഷേകം ചെയ്യണമേ. Touch them, Lord. Fill them, Lord. Fill them, Lord. Fill them with your precious Holy Spirit. നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ രക്തത്തിൽ കയറട്ടെ പുതിയ ഉടമ്പടി. അവരുടെ രക്തത്തിൽ കയറട്ടെ പുതിയ ഉടമ്പടി. പുതിയ നിയമ തിരുവെഴുത്തുകൾ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. അതവരെ പിടിച്ചുലയ്ക്കട്ടെ. അതിന്റെ വലിയ സ്വാധീനം അവരുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും വെളിപ്പെടട്ടെ. Touch them, Lord. 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 Anoint them, Lord. Anoint them, Lord. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയ്ക്കായിട്ട് anoint ചെയ്യണമേ നിന്റെ മക്കൾ. Anoint them, Lord. 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 Anoint them. നിനക്ക് വലിയൊരു അഡ്മിനിസ്ട്രേഷന്റെ അഭിഷേകം കർത്താവ് നൽകുക. ഇവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും, ഇവരുടെ വീട്ടിലുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങൾ ഒന്നിച്ചുള്ളവരാണ്. ഒരു വലിയ അഡ്മിനിസ്ട്രേഷന്റെ അഭിഷേകം ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുന്നു. ഒരു ഭയങ്കര അഡ്മിനിസ്ട്രേഷന്റെ അഭിഷേകം ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുന്നു. ഈ മകന്റെ മേൽ വ്യാപിക്കുന്നു. കത്തിച്ചൊലിക്കുന്ന ഒരു തീയായി നീ മാറട്ടെ. കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. ഭയങ്കരമായിട്ട് കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യും. സ്വീകരിച്ചു ഒരു അഭിഷേകത്തെ സ്വീകരിക്കാൻ വേണ്ടി വരിക. ഭയങ്കരമായിട്ട് നിന്റെ മക്കളെ അഭിഷേകം അഭിഷേകം ചെയ്യണം. വിജിത എന്ന പേരുള്ള ആരെങ്കിലും
വിജിത എന്നാണ് ഈ ചേച്ചി. ഇവരുടെ പേരാണ് വിജിത. വിജിത എഴുതേക്ക്. വിജിത എന്നാണ് പേര്. വിജിത എന്ന് തന്നെയാണ് പേര്. ഓക്കെ, റെഡി ആയിക്കോ വിജിത. നീ തയ്യാറായി. കർത്താവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. നിന്നെ തേടി ആൾക്കാർ വരും, നിന്നെ തേടി മനുഷ്യർ വരും. ദൈവം നിന്നെ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കും. അനുസരണം നീ സ്വീകരിച്ചു, വിധേയത്വം സ്വീകരിച്ചു, കൂടുതൽ നിന്നെ തന്നെ അനുസരിക്കാൻ സമർപ്പിച്ചു, കൂടുതൽ നിന്നെ തന്നെ വിധേയപ്പെടുത്താൻ സമർപ്പിച്ചു. ഭയങ്കരമായ ഒരു അഭിഷേകം. ഓ വിജിത, സമയമായി വിജിത, സമയമായി. അതിശക്തമായിട്ട് കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകും. അതിശക്തമായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകും. നിന്റെ സമ്പത്തും ആരോഗ്യവും സമയവും എല്ലാം സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ചു. നിന്റെ മേൽ ഞാനത് കണക്കിടുവെന്ന് കർത്താവ് പറയും. ഈ ശുശ്രൂഷയിലുള്ളവരാണ്, ഇവിടുത്തെ ഈ ശുശ്രൂഷയുള്ളവരാണ്. ശക്തമായിട്ട് കർത്താവിനെ ഓരോ മക്കളെ ഇത് എന്താണ്? ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സമയത്തിന്റെ പൂർണ്ണതയാണ്. നിന്റെ മേൽ വന്ന അഭിഷേകം എല്ലാം 3 ഘട്ടങ്ങളായിട്ടാണ് നിന്റെ മേൽ ജ്വലനം സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് 4മതൊരു ഘട്ടമാണ്. ആ ഘട്ടമാണ് ഈ അവസാന ദിവസങ്ങൾ ഈ വർഷത്തിന്റെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്നിൽ അതിന്റെ ജ്വലനം നടക്കണം. നിന്നെ പുതിയ ഉടമ്പടിയിലേക്ക് വിളിച്ചതാണ് ഞാൻ. നിന്നെ ഞാൻ അതിനകത്തേക്ക് ഇട്ടതാണ്. ഇതിനി അതിന്റെ മുത്തുകൾ ഞാൻ നിന്റെ കയ്യിൽ തരും. അത് വാങ്ങുവാൻ വൻകരകളിൽ നിന്ന് ആള് വരും. Powerfully. നിന്റെ കയ്യിൽ മുത്തും പവിഴവും ഉണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ വിലപിടിപ്പുള്ളതുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് വിലപിടിപ്പുള്ളതാണെങ്കിൽ, അത് വാങ്ങുവാൻ, അത് കാണുവാൻ എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്കാർ വരികയില്ലേ? അതാണ് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയാളുടെ വീട്ടിൽ ഭയങ്കര ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. നീ ഇന്ന് ഒരുങ്ങണം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ സാരമില്ല. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, നിന്റെ മേൽ ഒരു ദൈവിക തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രാത്രിയിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നു മുതൽ നീ ലേഖനങ്ങൾ പഠിക്കാൻ തുടങ്ങുക. അനേകർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. ഇന്ന് നീ നിന്റെ മുമ്പിൽ അടഞ്ഞ് പോയി എന്ന് ചിന്തിക്കുന്നവ ഒന്നും അടഞ്ഞു പോയിട്ടില്ല. അതെല്ലാം നിനക്ക് വേണ്ടി തുറന്നു വരും. പക്ഷെ ഈ ഒരു ബ്രാക്കറ്റ് പീരീഡ് ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചു തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? പുതിയ നിയമത്തിലേക്ക് നീ ഒന്ന് എത്താൻ, നീ ഒരു പുതിയ നിയമത്തിന്റെ അഭിഷിക്തനാകാൻ അങ്ങനെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. 2 കൈ ഉയർത്തി പിടിക്കാം. കർത്താവായ യേശുവേ, നന്നായിട്ട് ഒച്ചത്തിൽ പറയുക. കർത്താവായ യേശുവേ, പുതിയ നിയമ ശുശ്രൂഷേ, പറഞ്ഞോ, പുതിയ നിയമ ശുശ്രൂഷേ, എന്നെ ഭരമേൽപ്പിച്ച പുതിയ നിയമ ശുശ്രൂഷയെ വിശ്വസ്തയോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടം ദൈവം അന്വേഷിക്കുന്നു നിന്നെ.
രണ്ട് കൈ ഉയർത്തി പിടിക്കാം. നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നന്നായിട്ട് ശബ്ദം ഉയർത്തി വിളിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് രക്തം കൊടുത്ത, അങ്ങ് മരണം വരിച്ച പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനാകാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ കത്തി ജ്വലിക്കാൻ കർത്താവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, അതിന്റെ സമയമായല്ലോ. എന്നെ അതിനു വേണ്ടി വിനിയോഗിക്കണമേ. എന്നെ ഉപയോഗിക്കൂ നാഥ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വിനോദ് ബ്രദറെ വാ. Telling you this. വിളിക്കാം, പങ്കാളിയെ വിളിക്കാം. ഞാനിത് പറയുന്നത് എന്നാ കൂട്ടാ, ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ വ്യക്തമായി കർത്താവ് കാണിച്ചു, ഇങ്ങനെ ഒരു അഭിഷേകത്തിന്റെ മാൻഡിൽ ഈ മലയും കീഴ് മേപ്പൂക്കട ഈ പ്രദേശത്ത് നിപ്പുണ്ട്. ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. ഇതൊരു ദൈവത്തിന്റെ നിയോഗമാണ്. 12, 120 ഇങ്ങനെ ഒരു പാറ്റേൺ. 12 പേര് ഒരുമിച്ചിരുന്നു, പിന്നെ ഒരു 120 പേരെ കാണുന്നു, അതിനിടയിൽ ഒരു 70 പേരെ കാണുന്നു, പിന്നെ ഒരു 3000 പേരെ കാണുന്നു. ഈശോ തന്നോട് ചേർന്ന് നിൽക്കാൻ 3 പേരെ ആദ്യം വിളിച്ചു, 12 പേരെ പിന്നെ വിളിച്ചു, ശുശ്രൂഷയ്ക്ക് അയക്കാൻ ഒരു 70 പേരെ വിളിച്ചു, പിന്നെ അതൊരു 120ലേക്ക് കത്തിപ്പടർന്നു, പിന്നെ അതൊരു 3000ലേക്ക് എത്തി, പിന്നെ അത് എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരത്തിലേക്ക് എത്തി. ഇതേ പാറ്റേൺ നീ ഫോളോ ചെയ്യും. അനേക ശിഷ്യന്മാരെ ഞാൻ നീ കയറി ചെല്ലുന്ന വീടുകൾക്ക് നീ ഒരു ആശ്വാസമാണ്. നിന്നിൽ എന്തോ ഉണ്ട് എന്നുള്ളത് പട്ടണത്തിൽ സംസാര വിഷയമാകും. കൗൺസിലായി മാറും. ഞാൻ ഈ പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമായി ഈശോയോട് പറയാൻ നിർബന്ധിക്കുന്നോട് പറയുന്നത്, നിന്റെ ജ്ഞാനം, പക്വതയോടെയുള്ള നിന്റെ തീരുമാനങ്ങൾ ശുശ്രൂഷയ്ക്കെന്നല്ല, ഈ ഒരു മിനിസ്ട്രിക്ക് മുഴുവൻ ഒരു അനുഗ്രഹമാണ്. നീ അനേകർക്ക് ഒരു സ്പിരിച്വൽ ബെസലേലിന് കൊടുത്ത ജ്ഞാനം, സോളമൻ കൈമാറിയ ജ്ഞാനം, പൗലോസ്ലീഹയ്ക്ക് വെളിപ്പെട്ട ജ്ഞാനം, ജ്ഞാനമായ ക്രിസ്തു. ദൈവം നമുക്ക് അവനെ ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, അന്തരീക്ഷം ഈ മകന്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും മകനെ ശക്തമായിട്ട് വിനിയോഗിക്കണം. ഓ ജീസസ്,
വാങ്ങിയവൻ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വീണ്ടും പോകുന്നത് പോലെ പുതിയ നിയമം വഹിക്കുന്നവന്റെ അടുക്കൽ മനുഷ്യർ വരികയും അവർ വാങ്ങാൻ എത്തുകയും ചെയ്യുന്ന സമയം. കൃപയുടെ സമയം. പരിശുദ്ധാത്മാവിന്റെ സമയം. ഈശോ ഈ ശുശ്രൂഷ ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മനുഷ്യരുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കും. ആരെല്ലാം ഇതിന്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സമ്പത്ത് ചെലവിടുന്നു, അവരുടെ എല്ലാം കയ്യിൽ വർധനവുണ്ട്. അവരെല്ലാം പൊലിക്കും. തങ്ങളുടെ ഭാവിയെ കുറിച്ച് ഒരു ചിന്ത പോലുമില്ലാതെ ഈ ശുശ്രൂഷയോട് സഹകരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. ഞാനിത് പറയുന്നത് പറയാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് പറയുന്നത്. സമയം സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളും അവരുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. ധാരാളം കുറച്ച് ദൈവത്തിന്റെ സമയമാണ്. അങ്ങയുടെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കണമേ. ആമേൻ. Amen.